കരുണയും കൃപയും നിറഞ്ഞ ദൈവമായ കർത്താവേ, അനുഗ്രഹമായി നല്ല ദിവസത്തിന്റെ സന്ധ്യാവേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവപരമായ ഒരു പോർക്കാലം അടികളെ വിട്ട് കടന്നുപോയി ഞങ്ങളെ ഉന്നതന്മാരും ബലവാന്മാരുമാരും അനേകർ ഈ ദിവസത്തിന്റെ പോർക്കാലം വിവിധങ്ങളായ അപകടങ്ങളിലൂടെ, ആപത്തുകളിലൂടെ, രോഗങ്ങളിലൂടെ ഈ ലോകം വിട്ട് വേർപെട്ടുപോയി. മറ്റനേകർ ജീവിതത്തിലെ വേദനയുടെയും ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും അനുഭവങ്ങളിലായി തീർന്നു. ശ്രദ്ധയോ മാന്യതയുള്ളവരല്ല, എങ്കിലും പ്രഭാവികളും കൂടാതെ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ പരിപാലിച്ചു. ഈ വളരെ സന്തോഷത്തോടുകൂടെ ഈ സമയം ഒരുമിച്ച് കൂടുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, ബഹുപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യകരമായ സമയത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ സന്ധ്യയില് അങ്ങനെ പാവപ്പെട്ടായിരിക്കുന്ന ഞങ്ങളെ വ്യക്തിപരമായി അറിയുന്നതിനാണ് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വായിലെ വാക്കുകളും എല്ലായ്പ്പോഴും പ്രസാദമായിരിക്കുവാനൊക്കെവേണം കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനൊക്കെവേണം ഇതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും രക്ഷിതാവായി സ്വീകരിക്കാത്തവർ രക്ഷിതാവായി സ്വീകരിക്കാനുള്ളതായ ഒരു രക്ഷയുടെ ദിവസമായി തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും തിരുനാമത്തിൽ മഹത്വമുള്ളതായി തീരുവാൻ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി അവർക്ക് ഓർത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാൻ ആഗ്രഹിക്കുന്നവരെ തക്ക സമയത്ത് കൊണ്ടുവരുത്തണമേ. കടന്നു വരുവാൻ കഴിയാതെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെയോ ഭാരങ്ങളുടെ നടുവിൽ ഭവനങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ സന്ദർശിച്ച് അവരെ അനുഗ്രഹിക്കണം എന്നവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ അവർ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായി കടന്നു വന്നിരിക്കുന്ന ദാസനെ അവർക്ക് ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനോട് ചെറുതോടുകൂടെ കർത്താവേ പ്രഘോഷിക്കപ്പെടുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഫലപ്രദമായ അനുഭവമായി അനുഗ്രഹമായി തീരുവാൻ തിരുമേനി സഹായിക്കുവാനാകണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, നന്ദി. മഹത്വം സ്വീകരിച്ച് അളകൂടാതെ ഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ ദയവായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദയവായി കേൾക്കണം. നല്ലത് പോലെ ആമേൻ. കർത്താവിന്റെ നാമം ഒരു വേർഭാഗം വായിച്ചേക്കാം. തെസ്സലോനിക്കർക്ക് എഴുതാവുന്ന ലേഖനം 4-ാം അധ്യായം വായിക്കാനായി നൽകപ്പെട്ടിരിക്കുന്ന ലേഖന ഭാഗം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശദീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്ക് ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശദീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ഈ വായിച്ചു കേട്ട തിരുവചന സത്യങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവപ്രസാദം ലഭിക്കുന്നതിന്, ദൈവിക അനുഗ്രഹം ലഭിക്കുന്നതിന്, ദൈവിക നന്മകൾ ലഭിക്കേണ്ടതിന്
ദൈവസന്നിധിയിൽ പൂർണ്ണമായി താഴുക. ദൈവസന്നിധി നമ്മെ വിനയപ്പെടുത്തുക. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടുള്ള എല്ലാ ബലഹീനതകളെയും എല്ലാ പാപങ്ങളെയും എല്ലാവിധമായ കുറവുകളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ലംഘനങ്ങളെ ഏറ്റുപറയുന്നതെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല. ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ കുറവുകളെ മറച്ചു വയ്ക്കാതെ സകലവും നഗ്നതും മലക്കലർന്നതുമായി അവൻ മുൻപിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അവനോട് ഏറ്റുപറയുവാൻ അവന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. നമ്മെ അവരുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അടിയനോട് ഇടപെടലേക്ക് പ്രാർത്ഥിക്കാം. അടിയന്റെ കുറവുകൾ, അടിയന്റെ ബലഹീനതകൾ അടിയനോട് ക്ഷമിച്ചുകൊണ്ട് ഈ രാത്രി അവരുടെ അനുഗ്രഹങ്ങൾ അടിയന്റെ മേൽ നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകരങ്ങളിലേക്കാം. ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്മരിച്ച് നടത്തുകൊടുക്കാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ശാരീരിക അസ്വസ്ഥത അനുഭവിച്ച്, രോഗത്തിന്റെ പീഡകൾ അനുഭവിച്ച്, വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും വിടുതലായി, സൗഖ്യത്തിനായി, ആരോഗ്യത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സൗഖ്യമാകുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവിന്റെ യാചനകൾക്ക് മാറ്റിയിരിക്കുന്നവരല്ല. നമ്മുടെ ദൈവങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അവരുടെ ശ്രദ്ധയില് നമ്മുടെ പ്രാർത്ഥന അവരുടെ ശ്രദ്ധയിൽ എത്തുമ്പോൾ അവർ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മതിയായവരായി നമ്മെ സഹായിക്കുവാൻ നമ്മുടെ നടുവിലേക്ക് അവൻ എഴുന്നള്ളിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവരുടെ തിരുവോട്ടേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ അവരുടെ അടുത്തേക്ക് കടന്നില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അറിയുക കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഭൗമികമായ ആവശ്യങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മീയ ഉണർവിനായി, ആത്മീയ വളർച്ചയ്ക്കായി, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ മുഴുവനായി ദൈവത്തെ ഏൽപ്പിക്കാം. ഒരു ഉണർവിന്റെ അനുഭവം, ആത്മീയ വളർച്ചയുടെ അനുഭവം ഈ നാടുകളിലൂടെ ആളുകളിലൂടെ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ കർത്താവേ അവിടുന്ന് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന ദൈവത്തോടായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ ദൈവത്തിന്റെ കരങ്ങളിലേൽപ്പിക്കാം. ദൈവത്തെ അനുസരിക്കുന്ന തലമുറയായി, ദൈവത്തെ സേവിക്കുന്ന തലമുറയായി, ദൈവപാതയിൽ നടക്കുന്നവരായി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ തലമുറകൾ വളർന്നു വരുവാൻ എല്ലാം സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി നൽകും. ഈ സഭയിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ച് അവരുടെ ചെല്ലാം. ഹല്ലേലൂയ. പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും ദൈവത്തെ ഏൽപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സഹജമായ ശാരീരിക വേദനകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് മനസ്സിലേക്ക് അവരെ സൗഖ്യമാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്. ഓ അവൻ സകല രോഗത്തിനും മതിയായവനാണ്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യത്തെ ധാരാളമായി നൽകുന്നവനാണ്. ആകയാൽ ഈ സഭയിൽ അവൻ രോഗസൗഖ്യം ആവശ്യമായി ഇരിക്കുന്നതിനാൽ അത് നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഹോസ്പിറ്റലായിരിക്കുന്ന ആ പ്രിയകർത്താവിന്റെ വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, ആരോഗ്യത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റ് ആരെങ്കിലുമൊക്കെ രോഗാവസ്ഥയിൽ ആയിരിക്കുന്നവർ അവരുടെ മേലും ദൈവത്തിന്റെ ശക്തി കടന്നു ചെല്ലുവാൻ, അവരെ കൊടുവാൻ, അവരെ സൗഖ്യമാക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, അവരുടെ തൊഴിൽ മേഖലകളിൽ, അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ യാത്രകളിലൊക്കെയും ദൈവം അതിനെയും അവരെ കാത്തുകൊള്ളുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, യുവതി യുവാക്കന്മാരെ എല്ലാം ദൈവകരങ്ങളിലേക്ക്
നമ്മുടെ ദേശവാസികൾക്കായി പ്രാർത്ഥിക്കാം. ഇത് കേൾക്കുന്ന ദൈവജനത്തിലൂടെ ചില ഭാവികൾ മാനസാന്തരപ്പെടുവാൻ, ചില വിവാദക്കാർ മടങ്ങി വരുവാൻ, വിശ്വാസികൾ ഉറച്ചു നിൽക്കുവാൻ ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നൽകുന്ന സർവ്വനന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നുചെല്ലാം. ഓ, ഞാൻ എന്റെ കടമറത്തിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ വരും? ആകാശത്തെ ഭൂമിയിലുണ്ടാക്കിയ സങ്കല്പപ്രകാരം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആകാശത്തെ ഭൂമിയിലുണ്ടാക്കിയതായ യഹോവയായ ദൈവം നമ്മുടെ സഹായമാകുന്നു. ആകയാൽ നമ്മുടെ കണ്ണ് അവരിലേക്ക് ഉയർത്താം. അവരുടെ സഹായം പ്രാപിച്ചുകൊണ്ട് ഈ നാടുകളിൽ ജീവിപ്പാൻ അവർ ഇടയാകേണ്ടതായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഇടയിൽ ദൈവജനമായി കടന്നുകൊണ്ടിരിക്കുന്ന ദാസനെ ദൈവത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എത്ര ആവശ്യമായ ദൂത് അവരുടെ ദാസന്റെ നാവിലൂടെ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അത് കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ, അത് കേട്ട് ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ, അത് കേട്ട് ആത്മീയ ഉണർവ് പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയായിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവിദാസയും നമ്മെ പ്രാർത്ഥിക്കുന്നു. കാലത്തിന്റെ സൂര്യൻ അസ്തമിച്ചു, ഭൂമി അന്ധകാരം കൊണ്ട് കൂടിയിരിക്കുന്നു. വിവിധമായ സ്ഥലങ്ങളിലാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ ആലയത്തിൽ കൂടി കർത്താവെ ഒരുമിച്ച് ഈ രാത്രികാലം ആരാധിക്കുവാൻ, ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ദൈവത്തെ ആരാധിച്ച് നന്മകൾ പ്രാപിക്കുവാൻ, വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ, മഹിമയിൽ വാഴുന്ന എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ, സാറാപ്പുകളുടെ നടുവിൽ വസിക്കുന്ന, നിലവിളക്കിന്റെ നടുവിൽ വസിക്കുന്ന, നാളത്തെ പങ്കച്ച കെട്ടി നിലവിളക്കിന്റെ നടുവിൽ നിൽക്കുന്ന എന്റെ കർത്താവിനെ ഞങ്ങൾക്ക് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ആയുസ്സില് ഒരു നിമിഷം കൂടി നൽകിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ ഈ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലെ രോഗികൾ, ക്ഷീണങ്ങൾ, പ്രയാസങ്ങളായിരിക്കുന്നവര്, കടബാധ്യ നടുവിലായിരിക്കുന്നവര്, മനസ്സമാധാനമില്ലാതെ ആയിരിക്കുന്നവര്, ഇന്ന് ഈ രാത്രികാല കർത്താവേ അങ്ങേ ബലപ്പെട്ട ദാസൻ കർത്താവിന്റെ സന്നിധിയിൽ നിരത്തി വെച്ച ഓരോ വിഷയത്തിലെ എന്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണല്ലോ, അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. ചോദിക്കുന്നേക്കാളും നിനക്കെതിരേക്കാൾ അത്യന്ത ഫലം കൊണ്ട് നിറയ്ക്കുന്ന എന്റെ യേശുവിന്റെ സന്നിധിയിൽ ഈ രാത്രികാലം അപേക്ഷിച്ച എല്ലാ പ്രചാരണയ്ക്കും ദൈവം മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ മക്കളെ അപ്പന്റെ കരങ്ങൾ തരുന്നു, അവരെ കുടുംബങ്ങളെ തരുന്നു കർത്താവേ, അവരെ കുടുംബനാഥന്മാരെ തരുന്നു, തലമുറകളെ തരുന്നു കർത്താവേ. തലമുറകൾ അങ്ങേക്ക് പ്രയോജനമുള്ള തലമുറയായി വലിയൊരു തലമുറ ഈ സ്ഥലത്ത് എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. അധ്യക്ഷമായിരിക്കുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വിളിച്ചിറക്കുന്ന ഇതുവരെ
അനുഗ്രഹിക്കണമേ. ഒരേ സംഘത്തെ അനുഗ്രഹിക്കണമേ. വന്നിരിക്കുന്ന എല്ലാ മക്കളെ, ദേശത്തെ ദേശവാസികളെ എല്ലാം പല കരങ്ങൾ തരുന്നു. ഞങ്ങൾ അല്പസമയമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി രാത്രി ഞങ്ങളോട് ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത്യന്ത ശക്തിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം രോഗികളെ നടന്നു ചെല്ലട്ടെ. ഇന്ന് സമാധാനമില്ലാത്ത സമാധാനമില്ല. രോഗികളായി കടന്നു വന്നിരിക്കുന്നവര്, മനവേദനയായി കടന്നു വന്നിരിക്കുന്നവര്, സ്ഥലം വിട്ട് കടന്നു പോകുമ്പോ വലിയൊരനുഗ്രഹം നേടിക്കൊണ്ടുപോകുക. യേശുവിനെ കൂടെ ഉള്ളത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു തലമുറയാതെ നിൽക്കുക. ഈ സ്ഥലത്ത് വന്ന് അപേക്ഷിക്കുന്ന ഓരോ മക്കളെ അവജാതനയ്ക്ക് മറുപടി നൽകി അവരെ ഉന്നത നിലവാരത്തിന് എത്തിക്കുന്നതാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ തന്നെ നിന്ന് അപ്പന്റെ വേല ചെയ്യുവാൻ സഹായിക്കണമേ. അപ്പന്റെ കൃപയിൽ മറയ്ക്കണമേ. ഞങ്ങൾ അല്പസമയമൊക്കെ പരിവാദത്തിലായിരിക്കട്ടെ. അപ്പം സംസാരിക്കണമേ കർത്താവേ. അപ്പം ഞങ്ങളോട് രാത്രി ഇടപെടണമെന്ന് വീണ്ടും മാത്രം നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ യാചന കേൾക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന ചേർക്കെല്ലാം. സദസ്യരാജന്റെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ. തിരുനാമത്തിലെ തിരുവിശ്വസത്തിൽ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം തരണമേ. ഞങ്ങളുടെ വിശ്വസിക്കുന്ന പോലെ ഞങ്ങളെ വിശ്വസിക്കണമേ. ഞങ്ങളെ പരീക്ഷിക്കണമേ. ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഇപ്പോൾ നമുക്ക് ഗാനം ആലപിക്കുമ്പോൾ സ്തോത്രകാഴ്ച സ്വീകരിക്കുക. உம்மை தேடாத நாளும் ஓர் நாளாகுமா? That
ഞങ്ങളെല്ലാ മാസവും നടത്തി വരുന്നതായ ഈ ഉണർവയോഗം ഈ മാസവും നടത്തുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് എന്നെ സ്തുതിക്കുന്നു. ഈ ആരാധന മധ്യേ അർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ സ്തോത്ര വഴിപാട് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായ എല്ലാ കരങ്ങളെയും കർത്താവ് ഓർത്ത് അവരുടെ വ്യക്തി കുടുംബ സമൂഹ ജീവിതമൊക്കെയും അനുഗ്രഹഗുണമായി തീരുവാൻ തിരുമേൽ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സഭയുടെ ഭൗമികമായ ആവശ്യത്തിനും തിരുനാമത്തിനു വേണ്ടിയും തിരുവാനും ചെലവായി പോകേണ്ടതിന് തൃക്കരക്കാൽ വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. സഭയ്ക്ക് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഈ സന്ധ്യയിൽ നമുക്ക് ദൈവസന്നിധിയിൽ വിളിച്ചു കൂടുവാൻ കർത്താവിനെ ആരാധിക്കുവാനുള്ള കോണം കർത്താവ് ഞങ്ങൾക്ക് അവസരത്തായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി കരയുകയും ചെയ്യാം. ഇന്ന് നമ്മുടെ നടുവിൽ ദൈവദിന ശുശ്രൂഷയ്ക്കായി കടന്നുവന്നിരിക്കുന്ന കർത്താവിന്റെ ദാസിലുണ്ട്. അവരെ ഞങ്ങൾ പരിചയപ്പെടുത്തി സ്വാഗതം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ബാലകൃഷ്ണൻ നായരെന്നാണ്. ഞങ്ങളെല്ലാവരും ബാലകൃഷ്ണ പ്രസംഗനാണ് വിളിക്കുന്നത്. അവിടെ നേരത്തെ വരുന്നുള്ള രാജു കെ ഗോപാച്ചന്റെ വീട്ടിന്റെ അടുത്താണ്, വളരെ അടുത്താണ് അവരുടെ വീട്. ദീർഘകാലമായി ഞങ്ങൾ തമ്മിൽ ബന്ധവും ഒരുമിച്ചുള്ള ആരാധനയും അങ്ങനെ ഒക്കെ ഒരുമിച്ച് നമുക്ക് വളരെ കാലം ആരാധിക്കുവാനും
ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. എനിക്കൊന്നൊരു 30 വധുപ്രവർത്തനത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ദൈവം ഇത്രത്തോളം നടത്തി ബാക്കി സാക്ഷിയൊക്കെ പ്രസംഗത്തിൽ കൂടെ പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങോട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും കർത്താവ് ആ വ്യക്തികളെ കുടുംബമായിട്ട് വിളിച്ച് ദൈവം അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നു. കുടുംബമായിട്ട് അവർ ദൈവത്തെ ആരാധിക്കുന്ന, സേവിക്കുന്ന, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. 2 മക്കളെ ദൈവം കൊടുത്തു. അവരും ആ നിലയിൽ പെടുന്നതാണ്. അതിനെയും വളർത്തി ദൈവത്തെ നടത്തുവാനായിട്ട് ദൈവത്തെ സഹായിച്ചു. ദൈവം സമൃദ്ധിയായി ഇവരുടെ ശുശ്രൂഷകളെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ മാസത്തെ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ പോയി ക്ഷണിച്ചു. പക്ഷേ അന്ന് അദ്ദേഹത്തെ വരാൻ സാധിച്ചില്ല. നേരത്തെ വേറെ പ്രോഗ്രാം പറഞ്ഞു പോയതുകൊണ്ട് അന്ന് വരാൻ കഴിയില്ല. അടുത്ത മാസം വരാം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് 12-ാം തീയതി വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ 12-ാം തീയതി എൻ്റെ ഓർമ്മ. കാരണം ഈ മാസം 7-ാം തീയതി അവരുടെ 1ാമത്തെ ഞായറാഴ്ച വന്നു. അപ്പോൾ ഒരാഴ്ചയല്ല മാറിപ്പോയി. അതുകൊണ്ടാണ് ഇല്ല. 12-ാം തീയതി എന്നെ ചോദിച്ചു എപ്പോഴാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു സഹോദരൻ ഇന്ന് വരണ്ട, അടുത്ത ആഴ്ചയാണെന്ന് പറഞ്ഞു. ഏതായാലും ഇന്നലെ രാത്രി ഒരു ഞാൻ ഉപയോഗിച്ച് ഓർമ്മപ്പെടുത്തി. ഇന്നാണ് നമ്മുടെ ആരാധന കൃത്യമായിട്ട് എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അത് ആരാധന സംബന്ധിച്ചു. ഞാൻ 6 ശേഷം വന്നാൽ മതി. പക്ഷേ 6 മണിക്ക് വന്നു. കാരണം വഴി അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഇരുട്ടി പോകാതെ ഇച്ചിരി നേരത്തെ വന്നത് നന്നായിപ്പോയി. അപ്പോൾ 6 മണി ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നു. വളരെ സന്തോഷം. 2 പേരുണ്ട്. അത് മാത്രമല്ല, 2 പേരുണ്ട്. 2 പേരും പ്രസംഗിക്കുന്നവരാണ്, 2 പേരും പ്രാർത്ഥിക്കുന്നവരാണ്. ശുശ്രൂഷ 2 പേരും ഒന്നുപോലെ ദൈവത്തിൻ്റെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്നത് പ്രസംഗിക്കാനായിരിക്കും. പിന്നെ ഇവിടെ പ്രസംഗിക്കുന്നത് വേറെ ദിവസം അവരെ പ്രസംഗിക്കാനായിട്ട് ദൈവം വിളിച്ചാൽ ശ്രമിക്കാം. ഞാൻ ആദ്യം കൂടുതൽ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിന് കാരണം ഏറ്റവും വലിയ മണിക്കൂറിൽ പ്രസംഗിക്കാറുള്ളതാണ്. എനിക്ക് ചക്രവർത്തി ഞാൻ 9 മണിക്ക് വൈകിട്ട് 1 മണിക്കൂർ എങ്കിലും പ്രസംഗിക്കാൻ സമയം കൊടുക്കണം. കൂടുതൽ സമയം പ്രസംഗിക്കുന്ന ആളാണ്. അത് നോക്കി ചോദിക്കാറുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ക്ഷണം സ്വീകരിച്ച ഇന്നിവിടെ കടന്നുപോകുന്ന കടന്നുപോകുന്ന കർത്താവിൽ ഏറ്റവും സ്നേഹവും കുറവണം പ്രസംഗാർക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ദാസി നമ്മുടെ നടുവിലുണ്ട്. കൂടെ ഒരുമിച്ച് 2 മാത്രമേ വീട്ടിലുള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് 2 ഒരുമിച്ച് പോകും. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. പലരും അത് നടക്കില്ല. പോയി വരാൻ പറഞ്ഞു, അത് ഇന്നോളം പോയിട്ട് വരാൻ പറഞ്ഞു. ഏതായാലും അങ്ങനെ എല്ലാവരും 2 ഒരുമിച്ച് പോവുകയും കർത്താവിൻ്റെ ഒരുമിച്ച് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രതിഫലം കിട്ടും. കൂടെ വന്ന ഞങ്ങളെ അതിന് സഹകരിച്ചതിന് ദൈവനാമത്തെ സഭയിലുള്ള സ്വാഗതം. വേറെ ഒരാളുടെ അതിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. മഞ്ചോളാകം സർക്കിളിൻ്റെ ചെയർമാനും അവിടുത്തെ സഭാ സെക്രട്ടറിയുമായ വിജയ് കിഡോരാജ് അച്ഛൻ ആണ് നമ്മുടെ കീബോർഡ് പ്ലേ ചെയ്യുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്കൊരു താല്പര്യമുണ്ടായി. നമ്മുടെ ഈ ഉണർവ് യോഗത്തിൽ ഒരു ഉണർവില്ലാതിരിക്കാൻ ഒരുപാട് ദിവസമുണ്ട്. ഇപ്പോൾ സാധാരണ ഉണർവ് വരുത്തുന്നത് ഈ സാധനം കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെയാണ് നമുക്ക് പ്രാവശ്യം ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ കഴിഞ്ഞ ദിവസം ചോദിച്ചു. അച്ഛനൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഒരു അച്ഛൻ വേറെ ഒരു വരാൻ സാധിക്കില്ല, തടസ്സമൊന്നും പറഞ്ഞില്ല. കൃത്യസമയത്ത് തന്നെ അച്ഛനും കൊച്ചമ്മയും കൊണ്ട് 2 പേരും ഇവിടെ എത്തിച്ചേർന്നു. മനോഹരമായ കീബോർഡ് പ്ലേ ചെയ്ത് അച്ഛൻ നമ്മുടെ ഈ ആരാധനയെ വളരെ ഭംഗിയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. കാരണം അച്ഛനും ചേർന്ന് കൊച്ചമ്മയ്ക്ക് സഭയുടെ പേരിൽ സ്വാഗതം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിദ്യാർത്ഥികൾക്ക് സഭയുടെ എല്ലാ വിശ്വാസികൾക്കും ദൈവനാമത്തിൽ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏറ്റവും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവജനാശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ അനുഭവം ക്ഷണിക്കുന്നു. നാവുകളുടെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. നാവ് തന്നിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ദൈവത്തെ സ്തോത്രം പറയുവാൻ നാവ് തന്നിരിക്കുന്നു.
പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാവുകളെ ചലിപ്പിച്ച ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സ്നേഹമുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വർഷത്തിന്റെ 9ാമത്തെ മാസത്തിൽ കർത്താവേ പ്രകാരം ഈ 19ാം തീയതിയുടെ ഹല്ലേലൂയ സ്തോത്രം ഈ വെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ ഞങ്ങൾക്ക് കർത്താവേ തിരുമാനങ്ങളായിരിക്കുവാൻ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ സഭയെ കർത്താവിത്തോളം അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സഭയെ ശുശ്രൂഷകരെ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. കണ്ട നാട് മുഴുവനോളം അറ്റുപോകാത്ത സ്നേഹത്തെ നിലനിർത്തുവാൻ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ ചർച്ചിലെ കമ്മിറ്റി അംഗങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൈയോടെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വത്തിനായി ദൈവാലയത്തിന്റെ പുരോഗമനത്തിനായി പ്രവർത്തിക്കുവാൻ പ്രിയപ്പെട്ടവർ സഹായിച്ചവരോട് നന്ദിയോടെ സ്തോത്രം. സംഘത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ മൈക്കിലൂടെ ഏതെല്ലാം ചെവികളാൽ ശബ്ദങ്ങൾ ശ്രമിക്കുന്നുവോ അവർ ഏത് മതവിശ്വാസികളായാലും ജീവിക്കുന്ന ഈശ്വരന്റെ ജീവനം കേൾക്കുമ്പോൾ അനേക മനുഷ്യ ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രി ജീവൻ പ്രാപിക്കുവാൻ സഹായിക്കുമല്ലോ. പ്രാർത്ഥന കേൾക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെയും കടന്നു വരാത്ത ഈ സ്ഥലത്ത് ഇന്ന് ആദ്യമായി കടന്നു വരുവാനും യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് പറയുവാനും എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ച ബഹുമാനും ശ്രീകോട് അച്ഛനും വർഷങ്ങളായിട്ട് ഞങ്ങൾ വളരെ പരിചയത്തിലും ആത്മാർത്ഥതയൊക്കെ കർത്താവിന്റെ പേര് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അദ്ദേഹം വളരെയധികം ത്യാഗത്തോടുകൂടെ ഞങ്ങൾ പരിസരങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്ത് ഒരു സഭയുണ്ടാക്കിയ സ്തോത്രം. ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും പരിശ്രമിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂട്ടായി വിചാരിക്കുവാനും മാത്രമല്ല, എനിക്കൊരു പ്രാർത്ഥനാഹാറുണ്ട്. പ്രാർത്ഥന ആരംഭിച്ച സമയം മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കടന്നു വന്ന എല്ലാ വ്യാഴാഴ്ചയും ആരാധന നടത്തി ആ പ്രാർത്ഥന ഇന്ന് നിലനിർത്തുന്നു. അദ്ദേഹത്തിന്റെ സഭയിൽ നിന്നാണ് ട്രംപിലേക്കും എല്ലാം കൂടെ ആരാധന നടത്തുന്നത്. അങ്ങനെ ആത്മീയമായി ഞങ്ങൾക്ക് വലിയ ബന്ധമുണ്ടാകും. ആ ബന്ധത്തിലാണ് കടന്നു വരുവാൻ നിങ്ങളെ കാണുവാനൊക്കെ ഒരു അവസരം ലഭിച്ചത്. ഞാനൊരു ക്രിസ്ത്യാനിയോ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചവനല്ല. ഞാൻ ഉന്നതമായ ഒരു ഹിന്ദു കുടുംബത്തിൽ നായർ തറവാട്ടിൽ ജനിച്ചു. നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ജാതി പറയുന്നത്? നായർ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനായതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാൻ ഇടയായത്. എന്നാൽ പ്രിയപ്പെട്ടവർ ഒരു അർദ്ധരാത്രിയുടെ യാമത്തിലാണ് ജീവിക്കുന്ന യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയായത്. ഹല്ലേലൂയ. അതുപോലെ വർഷങ്ങളായി ശബരിമലയിലും ചെങ്ങന്നൂരിൽ മോച്ചറ തിരുവണ്ണൂർ കുമാരകോവില് എന്റെ കുടുംബത്തിൽ 2 കുടുംബത്തെ വെച്ച് ആരാധിച്ച് വർഷത്തിൽ 41 ദിവസം ശിവൻകുളിൽ നിർമ്മാലയം കുറിച്ചുകൊണ്ട് ഇങ്ങനെ ഹൈന്ദവ ആചാരത്തിൽ മുന്നിട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് എനിക്കൊരു പെൺകുഞ്ഞ് ജനിക്കാനിടയായി. ചില മാസങ്ങൾ മാത്രമേ പ്രായമായുള്ളൂ. മാസങ്ങൾ. എന്ത് രോഗമെന്ന് പറയുവാൻ കൊടുത്ത വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. പലപ്പോഴും എന്റെ ഭാര്യ പറയും പള്ളിയിൽ കടന്നു പോകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഒരിക്കലും പള്ളിയിൽ പോകുവാനും യേശുവിനോട് പ്രാർത്ഥിക്കുവാനും വേദപുസ്തകം എടുക്കാനും എന്നോട് പറയുന്നത് വേറെ എന്ത് കാര്യം വേണം അതെങ്കിലും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അർദ്ധരാത്രിയുടെ യാമത്തിൽ ചില മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തോട് മരിക്കുന്ന രാത്രിയാണ്. എല്ലാ ആശ്രയത്തിന്റെയും കണ്ടുകളേറ്റു. ആ രാത്രി എന്നോട് ചോദിച്ചു, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്താൽ നമ്മളെ കുട്ടി ജീവിക്കും. ഞാൻ ചോദിച്ചത് തീരുമാനമെടുക്കണം. ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നല്ലോ. ഈ നേർച്ചകൾക്കൊന്നും ശൗചമാക്കാൻ കഴിഞ്ഞില്ലല്ലോ. രോഗമെന്നാണെന്ന് പറയാൻ വൈദ്യശാസ്ത്രം കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഈ കുട്ടിക്ക് യേശു ജീവൻ കൊടുത്താൽ കുടുംബമായി യേശുവിന്റെ സാക്ഷി പറയാമോ? ആ രാത്രി ഞാൻ പറഞ്ഞു, എന്റെ 27 വയസ്സ് വരെയും ഞാൻ വിളിച്ചവരാരും വിളി കേൾക്കാതിരിക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ ദൈവമായ യേശു ക്രിസ്തു ഈ കുട്ടിക്ക് ജീവൻ കൊടുത്താൽ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും യേശുവിന്റെ സാക്ഷി പറയാം. അതിന്റെ മൂത്തവളെ ഒരു ആർമി ഉദ്യോഗസ്ഥനാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. ഒരു ആയുഷ്കാലിലുണ്ട്. യേശുവിനെ കണ്ടാണ് ഞാൻ ബൈബിൾ കരങ്ങളിൽ എടുത്തത്. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞാൽ ഈ ഭാഗം നിർത്തുക.
ലോകം വിശാലമാണ്, ലോക ചരിത്രം വലുതാണ്, ജീവിതം വലുതാണ്. വിശാലമായ ലോകത്തിൽ മതങ്ങളും മതഗ്രന്ഥങ്ങളും മതാചാരങ്ങളും ആരാധനകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വിശാലമായ ലോകത്തിൽ ഏത് മനുഷ്യൻ ചോദ്യം ചോദിച്ചാലും നട്ടല്ലോടപ്പോണ് മറുപടി പറയുന്ന ഒരു പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകം വേദപുസ്തകമാണ്. ഇത്തരത്തിൽ മനുഷ്യന്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന മറ്റൊരു ഗ്രന്ഥം ഈ ലോകത്തിലില്ലേ ഇല്ല. ചില മനുഷ്യരാൽ വെറുക്കപ്പെട്ട്, ചില മനുഷ്യർ നിഷേധിക്കപ്പെട്ട്, ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ട്, കുടിൽ മുതൽ കൊട്ടാരം വരെ കയറി ചെല്ലുവാൻ നട്ടുറപ്പുള്ള പുസ്തകം സത്യവേദ പുസ്തകമാണ്. ഇത് മതഗ്രന്ഥമല്ല, ഈശ്വര ഗ്രന്ഥമാണ്, യഹോവയുടെ പുസ്തകമാണ്, സത്യപുസ്തകമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. ഇത്രയും പറഞ്ഞ അന്യഭാഗം നിർത്തുകയാണ്. വേദപുസ്തകം ആരൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ അവരെയൊക്കെ ഭവനത്തിനകത്ത് കയറി ചെന്നിട്ടുണ്ട്. മറ്റങ്ങോട്ടൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കൃത്യസമയത്ത് നിർത്തണമല്ലോ. പ്രിയപ്പെട്ടവരെ, എനിക്ക് സാക്ഷ്യം പറയണം, പകരം പറയണം. നാം വായിച്ച വേദഭാഗം ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ? നിങ്ങളെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിയെ മാത്രം കുറിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല. ഒരേ ഒരു ആകാശത്തിന്റെ കീഴിൽ, ഒരേ ഒരു സൂര്യന്റെ കീഴിൽ, ഒരേ ഒരു ഭൂമിക്ക് മുകളിൽ, ഒരേ ഒരു വെള്ളം കുടിച്ച്, ഒരേ ഒരു വായു ശ്വസിക്കുന്ന ഒറ്റ ജനതയെ രക്ഷിക്കുവാനാണ്. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും സകല മനുഷ്യരെയും രക്ഷിക്കുവാനായിട്ടാണ് യേശു ലോകത്തിൽ വന്നത്. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പലരും ആഗ്രഹിക്കുന്നത്, ഇന്ന മതങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് വച്ചുള്ള ശുദ്ധീകരണം, അല്ലെങ്കിൽ ലോകത്തിന് മനുഷ്യൻ മാറ്റപ്പെട്ടാലും ആത്മശാന്തിക്ക് ചില ശുദ്ധീകരണങ്ങൾ ഈ മണ്ണിൽ നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ വ്യത്യസ്തമായിട്ടും സത്യസന്ധതയായിട്ടും കൽപ്പനയായിട്ടും വായ്പത്വങ്ങളായിട്ടും ഉറപ്പ് പറഞ്ഞിരിക്കുന്ന പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ഒരു അഞ്ചേരി പറ. സ്തോത്രം. ദൈവത്തെ നമുക്ക് സ്തുതിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളത് ഉചിതമാണ്. സ്തുതികളുടെ സത്യത്തിൽ വെളിപ്പെടുന്നതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്ത്യാനിയുടെ ദൈവമാണ്. ഇന്ന് രാത്രി മാറ്റി പറയുന്നു, എന്റെയും ദൈവമാണ് ക്രിസ്തു. എന്റെ ശബ്ദം കേൾക്കുന്ന ദേശവാസികളെ, നിങ്ങളെയും ദൈവമാണ് ക്രിസ്തു. ക്രിസ്തുവിന് ജാതിയില്ല, മതമില്ല, പരുഷമില്ല, ഗോത്രമില്ല, ഭാഷയില്ല, രാഷ്ട്രമില്ല, മുഖപക്ഷമില്ല, വലിപ്പ ചെറുപ്പമില്ല. ദൈവത്തിന് സംഘടനയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യന് മുഖപക്ഷമുണ്ട്. മനുഷ്യനെ ചില തട്ടുകളാക്കി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് മുഖപക്ഷമില്ലാത്ത ഒരുവൻ എന്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മുഖപക്ഷമില്ല സ്നേഹിതരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാൻ ഇത് നാവാൻ സാധ്യമല്ല. ദൈവത്തിന് ചില ആഗ്രഹങ്ങൾ ഈ മുക്കൂട്ടുകളിലുള്ള ദേശവാസികളോട്, സഹോദരങ്ങളോട് ദൈവത്തിന് ചില ആഗ്രഹങ്ങൾ, ചില ഇഷ്ടങ്ങൾ നിങ്ങളിൽ നിന്ന് നേടിയെടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് 2025 വർഷം 9 മാസം വരെയും നിങ്ങളുടെ ജീവനോടെ വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ശ്രേഷ്ഠതയും പറയുവാനില്ല, ഒന്നും പുകയുവാനില്ല പ്രിയപ്പെട്ടവരെ. പുറത്തുപോയ ശ്വാസം അകത്ത് വന്നില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. എന്താ ശുദ്ധീകരണം? സകല മനുഷ്യരും പാപിയാണ്. ജന്മനാ കർമ്മനാ മനുഷ്യൻ പാപിയാണ്. ചരിത്രകാലം പറയുന്നു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അമ്മയുടെ ഉദരത്തിലെ നീ ജന്മപാപിയാണ്. കർമ്മപാപം രണ്ട് രീതിയിൽ മനുഷ്യൻ പാപിയാണ്. ജന്മനാ കർമ്മനാ മനുഷ്യൻ പാപിയാണ്. നല്ല പൂജാരിമാർ പ്രവർത്തിക്കും, പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ എന്തൊക്കെ പറഞ്ഞ്
സമസ്ത സഹോദരങ്ങൾ ചൊല്ലി 12 സമസ്ത സഹോദരങ്ങൾ വഴി ഈ വെള്ളം ഉയർത്തിപ്പിടിക്കാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ ക്ഷേത്രത്തിൽ കടന്നു പോകുന്ന അവസരത്തില് രാവിലെ പൂജാരി വന്ന് ഭസ്മകുളത്തിൽ ഇറങ്ങി നിന്ന് ഒരു കൈ വെള്ളം കോരി ഈശ്വരനിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. എന്നൊക്കെ പ്രാർത്ഥിക്കും. എന്റെ അർത്ഥം എന്താ? പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, സർവയജ്ഞോപരി സകല ബലിയുടെ നാഥനായ ഈശ്വര, സകല ബലിയുടെ നാഥനാരെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സകല ബലിയുടെ നാഥനായ യേശുവേ, എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം പോലെ നടത്തണമേ എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് മുങ്ങി കുളിച്ചുകൊണ്ട് ശ്രീകോവിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ജന്മപാപം അവിടെ ഉണ്ടെന്ന് പറയുന്നു. ബൈബിളും പറയുന്നു ജന്മപാപം ജന്മനാ കർമ്മനാ ഭാവിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ലോകമതമണ്ഡലങ്ങൾക്ക് കഴിയാതിരുന്നപ്പോൾ, കാലത്തിന്റെ സമ്പൂർണ്ണത വന്നപ്പോൾ പ്രകൃതി ശാസ്ത്രത്തെ രണ്ടായിട്ട് കീറി. എന്താ കീറിയത്? ക്രിസ്തു ജന്മത്തിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈശ്വരനായ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഒരുവരുടെ ജനിക്കണം. ഉദ്ദേശം 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ പ്രവാചകന്മാർ, വലിയ പ്രവാചകർ യെശയ്യാവ് പറഞ്ഞു, ആ സ്ത്രീ ഒരു കന്യകയായിരിക്കും. ഗലാത്യർ 4:4 പറയുന്നു, കാലസമ്പൂർണതയിൽ അത് സംഭവിക്കണം. ഹൈന്ദവ ഗ്രന്ഥത്തിൽ ഭവിഷ്യപുരാണം ഒരു പുരാണമുണ്ട്. അവിടെ പറയുന്നു, ഈശ്വപുത്രം ഈശ്വരന്റെ പുത്രൻ കുമാരിയിൽ ജനിച്ചു പറക്കണം, അവനെ നമിക്കണം, അവനെ ആരാധിക്കണം. ഹല്ലേലൂയ. ഈശ്വരന്റെ പുത്രൻ ആര്? കാലത്തിന്റെ സമ്പൂർണതയിൽ പ്രകൃതി ശാസ്ത്രത്തെ കീറിക്കൊണ്ട് ചരിത്രത്തിൽ ഇറങ്ങി വന്ന പ്രജാപതിയാണ്. ഹല്ലേലൂയ. ഞാൻ എല്ലാവരും പറയാൻ സമയം പോരാ, അവിടെ ഇവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു ഒന്നാണ്. യേശുവിന്റെ ജനനം നിസ്തുല്യമാണ്, ജീവിതം നിസ്തുല്യമാണ്, മരണം നിസ്തുല്യമാണ്, ഉയർപ്പ് നിസ്തുല്യമാണ്, സ്വർഗാരോഹണം നിസ്തുല്യമാണ്. ഇത്തരത്തിൽ നിസ്തുല്യമായ മറ്റാരെയെങ്കിലും ക്രിസ്തുവിനോട് ചേർക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി ഇല്ല എന്ന് പറഞ്ഞു നിർത്തുകയാണ്. സാക്ഷാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പേരാണ്. യേശുവിന് 7 പേരുണ്ട്. വേദപുസ്തകത്തിന് 7 പേരുണ്ട്. 7 എന്ന സംഖ്യ കൂടുതൽ കൊടുത്തിരിക്കുന്ന പുസ്തകം വേദപുസ്തകമാണ്. 7 എന്ന സംഖ്യയുടെ അർത്ഥം തികട്ടതിനെ കാണിക്കുന്നു, പൂർണ്ണതയെ കാണിക്കുന്നു, പൂർത്തീകരണത്തെ കാണിക്കുന്നു. കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞു, ഞാൻ സകലവും നിവൃത്തിയായി തികച്ചു. ഹല്ലേലൂയ. 7 എന്ന സംഖ്യ തികവനെ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് വേദപുസ്തകത്തിൽ മാത്രമേ കാണാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ തികയിന്റെ വാക്കുകളെ പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ പ്രകൃതി ശാസ്ത്രത്തെ കീറി എങ്ങനെ ഒരു കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കുമ്പോൾ കന്യകവ്രതത്തിൽ അപമാനമുണ്ടായ ലോകം ദുഃഖിക്കുമെന്ന് ദൈവം മനസ്സിലാക്കിക്കൊണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി ഒരുവന് ജനിക്കാൻ പോവുകയാണ്. പലരൊക്കെ കാത്തിരുന്നു, അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞതുപോലെ പ്രകൃതി കീറി മാറ്റിക്കൊണ്ട് കന്യയിൽ കൂടെ ജനിച്ചു പറഞ്ഞു. ഓം ശ്രീ കന്യക സുപ്രദായേ നമഃ. കന്യസുതനായവൻ പിറന്നു ജനിച്ചു. ഒന്ന് പ്രകൃതി ശാസ്ത്രത്തെ കീറി, 2 ഇവിടുത്തെ ജ്യോതിഷന്മാർ പറഞ്ഞു, ഞങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ 27 നക്ഷത്രമുണ്ട്, അത് ജനിച്ചു കഴിഞ്ഞു, ഇനി ഒരു നക്ഷത്രമുണ്ട് ജനിക്കുവാനില്ല എന്ന് ശാസ്ത്രം വിധിയെഴുതിയപ്പോൾ ക്രിസ്തുവിന്റെ ജനനത്തിൽ കിടക്കേണ്ട നക്ഷത്രം ജ്യോതിശാസ്ത്രം മറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ജ്യോതിശാസ്ത്രത്തെ കീറി 3 ഇവിടുത്തെ വൈദ്യശാസ്ത്രം പറഞ്ഞു, ഈ രോഗി സൗഖ്യമാകയില്ല എന്ന് പറഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രത്തെ കീറി മാറ്റിക്കൊണ്ട് അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. അങ്ങനെ ശാസ്ത്രങ്ങളെ കീറി മാറ്റിക്കൊണ്ട് ചരിത്രത്തിൽ കൂടെ ഇറങ്ങി വന്ന പവിത്രനായ, നിർദോഷനായ, നിഷ്കളങ്കനായ, പാപികളോട് നിന്നും വേർപെട്ടവനായ പവിത്രനായ ഒരു കർത്താവ് സാക്ഷാൽ ഈശ്വരനാണ്. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ യേശുവിനെ ദൈവം എന്ന് പറയും. ദൈവം പറഞ്ഞു, സാന്നിധ്യം പ്രാപിക്കണമെങ്കിൽ, സ്വർഗം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ അടുക്കൽ വരാമെന്ന് ദൈവം പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്കുള്ള ഏക വഴി ഞാനാണ്.
എന്നെ കൂടെ അല്ലാതെ പിതാവിന്റെ അടുത്ത് കടക്കുവാൻ മറ്റൊരു വഴിയില്ല. ജപ്പാനിൽ ഭൂഗർഭത്തിൽ കൊടുമുടിയുണ്ടെന്ന് പറയുന്നു. അതിന്റെ ഉയരത്തിൽ കിടക്കാൻ 12 വഴിയുണ്ടെന്നാണ്. ഏത് വഴിയിൽ കൂടെ കടന്നു പോയാലും ഉയരത്തില്ല. അതുപോലെ പലരും പറയുന്നു എവിടെ കൂടെ പോയാലും സ്വർഗത്തിൽ പോകാം. എന്നെ കേൾക്കുന്നതായ മുക്കുടുകളുടെ ദേശമേ, ഇന്ന് രാത്രി പറയട്ടെ സഹോദരങ്ങളെ, കൂടപ്പുറപ്പുകളെ, സ്വർഗത്തിൽ പോകാൻ മറ്റൊരു വഴിയില്ല. ഒരു വഴിയുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാകുന്ന വഴിയാ. ഹല്ലേലൂയ. യോഹന്നാൻ 14:6 പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഇത് പറയാൻ കാരണമുണ്ട് കേട്ടോ. മുക്കൂട്ടി എന്നുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. ക്രിസ്ത്യാനികളല്ല കാരണക്കാരൻ യേശു വരാൻ. ഞാൻ നിങ്ങൾ വന്ന കേട്ടോ, ഞാൻ നിങ്ങൾ വന്ന യേശു വരാൻ കാരണം ഇവിടുത്തെ മഹർഷിവാര്യന്മാർ ഹിമാലയത്തിന്റെ താഴ്വരയിൽ ചില തട്ടുകളായിരുന്ന തുളസിപ്പൂവും പച്ചവെള്ളവും കുടിച്ച് കാല് പിടച്ചിട്ട് ഈശ്വരൻ നോക്കി പ്രാർത്ഥിക്കും. അസതോമാ സദ്ഗമയ, അസത്യവാദിയായി പോയ ഞങ്ങളെ ഒന്ന് സത്യത്തിലേക്ക് നയിക്കണമേ, സത്യം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, ആ ഭക്ഷണങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മഹർഷിമാരുടെ പ്രാർത്ഥന. സ്തോത്രം. ഒരു മഹർഷിമാരുടെ പ്രാർത്ഥനയാണ് വേദപുസ്തകത്തിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ. സ്തോത്രം. വേദപുസ്തകം കാണുമോ? ഉണ്ടായ ഇല്ല. അസത്യവാദിയായി പോയി സമ്മതിക്കുക. മഹർഷി പറയുന്നു അസത്യവാദിയാണ്. അസതോമാ സദ്ഗമയ, അസത്യവാദി നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. ശ്രദ്ധയോടെ കാത്തിരുന്നു. യോഹന്നാൻ 14:7 പറഞ്ഞു, ആ സത്യം ഞാൻ തന്നെയാ. പാലസ്തീൻ മണ്ണിൽ കാലുകൊണ്ടുകൊണ്ട് ശബ്ദകിരണങ്ങൾ പുറപ്പെടുവിച്ച ചരിത്ര പുരുഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സത്യം ഞാൻ തന്നെ. രണ്ടാം തട്ടിൽ നിന്ന് പ്രാപിക്കുന്നു. എങ്ങനെയാ? തപസ്സുമാണ് ജ്യോതിർഗമയാ. ഇരുട്ടിലായിരിക്കുന്ന ഞങ്ങൾക്ക് വഴി അറിഞ്ഞുകൂടാ. അന്ധനായ അവസനായ അതപ്പതിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു വഴി അറിയണം. തമസ്സുമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തണമേ. യോഹന്നാൻ 8:12 യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, മുക്കൂട്ടുകളുടെ വെളിച്ചമല്ല, ലോകത്തിന്റെ വെളിച്ചം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. യോഹന്നാൻ 1:50 പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ച ലോകത്ത് വന്നുകൊണ്ടേയിരുന്നു. എഫെസ്യർ 2:14 പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്ക. എന്നാൽ മുക്കൂട്ടുകളെ നിന്നിൽ നിന്ന് ദൈവം പ്രസാദിക്കാൻ പോകുക, പ്രകാശിക്കാൻ പോകുക. ഒരല്ലേ പറ, ഒരിക്കൽ കൂടെ. എനിക്ക് അന്യ സ്വന്തം പറയാൻ വലിയ ഇഷ്ടം. സ്വത്രം പറയണം കേട്ടോ. സ്വത്രം അന്യം പറഞ്ഞ ബന്ധുക്കോസാക്കുള്ളതല്ല കേട്ടോ. അവർക്കൊന്ന് ശ്രീധരം കിട്ടിയല്ല. രക്ഷിക്കപ്പെട്ട ആ ദൈവത്തെ സ്തോത്രം പറയണം. സ്തോത്രം പറഞ്ഞിട്ട് സൂത്രത്തിൽ പോകരുത്, സ്തോത്രത്തിൽ തന്നെ പോകണം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതാണ് ദൈവത്തെ അവസ്ഥപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ശുദ്ധീകരണം. എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കണം? യേശുവിന്റെ ചോരയാ. സ്തോത്രം. യേശുവിന്റെ ചോരയാ. നമുക്കൊരു കഴുകൽ പ്രാപിക്കണം. പള്ളി വിട്ടു പോകണമോ? പ്രത്യേക പാസ്റ്റർമാർ വേണമോ? അച്ഛന്മാർ വേണമോ? വേണ്ട സഹോദരങ്ങളെ. ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു സമ്മതപത്രം ദൈവത്തിന് കൊടുത്താൽ മതി. എന്താ സമ്മതപത്രം? ഞാനൊരു പാവിയ, ജന്മനാ കർമ്മനാ പാവിയ. സമ്മതപത്രം കൊടുത്താൽ ഇന്ന് രാത്രിയിൽ ഒരു മോചനപത്രം ഇറങ്ങി വരും. നിന്റെ സർവ്വവിധമായ പാപത്തെയും ഞാൻ മോചിച്ചു തന്നിരിക്കുന്ന മോചനപത്രം ഇന്ന് രാത്രിയിൽ ആലയത്തിലോ പുറത്തോ വിശ്വസിക്കുന്നുവെങ്കിൽ ഇറങ്ങി വരുന്ന രാത്രിയാ. പാപിയെ സമ്മതിക്കണം കേട്ടോ. എന്നോട് ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. ഒരു പാപവും ചെയ്തിട്ടില്ല. സകല മനുഷ്യനും പാപിയാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത, ആലയത്തിൽ അകത്ത് പുറത്തന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ,
സകലരും പാപിയാണ്. പാപത്തെ ഏറ്റുവണം പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് പറയുന്നു. യോഹന്നാൻ 9:31 പറയുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവം പൊട്ടനല്ല കേട്ടോ, പ്രാർത്ഥന കേട്ട് മറുപടി ഇല്ലാത്തോണ്ടാണ് പറയുന്നത്. സ്തോത്രം. എന്നാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ രക്ഷിക്കപ്പെട്ട ഈ വേദപുസ്തകം കൊണ്ട് ഇറങ്ങിയപ്പോ നെടും പട്ടിണിയാണ്. സമ്പന്ന കുടുംബമായ എൻ്റെ കുടുംബം, എൻ്റെ സഹോദരങ്ങളെല്ലാം ജോലിയുള്ളവരാ, നല്ല ഭൂസ്വത്തുള്ളവരാ. ഞാൻ ക്രിസ്ത്യാനി ആണെന്ന് അറിഞ്ഞപ്പോ എൻ്റെ അമ്മ പറഞ്ഞു, നീ വീട്ടിൽ കയറണ്ട. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ സ്തോത്രം, ദാരിദ്ര്യത്തിന്റെയും കഷ്ടതയുടെയും കടുത്ത പടികൾ ചവിട്ടി കയറിയപ്പോ ആ പടിയിൽ കൂടെ കയറി വന്നവനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവ് രാത്രികാലം നമ്മുടെ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. 2 പെൺമക്കളും, ഭാര്യയുടെ അമ്മ, ഞാൻ. സ്തോത്രം. ഈ വേദവസ്തുക്കൾ മാത്രം ഇറങ്ങിയതാണ്. എന്റെ പഴയ വീട്ടിന്റെ അവസ്ഥ ഒരു അച്ഛൻ അറിയാം. ഏറ്റവും മുറിയിലുള്ളവരെ ഓല കെട്ടി മെഞ്ചൊരു കാലം നീട്ടി കിടക്കാൻ കഴിയാത്തവരാണ്. സ്തോത്രം. അന്ന് എന്നോട് പലരും പറഞ്ഞു, പ്രസംഗിയായ നിങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ വന്നൊരു വീട് വെച്ച് തരാം. ഞാൻ പറഞ്ഞു, വീട്ടിൽ ക്രിസ്ത്യാനിയല്ല, ഞാൻ പാക്കുടി ക്രിസ്ത്യാനി, എണ്ണ ക്രിസ്ത്യാനിയല്ല, ഞാൻ വിശ്വാസ യേശുവിനെ കണ്ടവരാണ്. ഹല്ലേലൂയ. വീട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജീവിതത്തിന്റെ അവസാനം വരെയും യേശുവിനെ ഞാൻ സാക്ഷിക്കും. ദൈവമക്കളെ, 2 പെൺമക്കളാ. 2 പേർക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. 2 കുഞ്ഞുങ്ങൾക്കും ഒരു നേരം പോലും ആഹാരമില്ലാത്ത എത്രയോ ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്ന പലരോട് ചോദിക്കും, ബാലകൃഷ്ണ യോഗത്തിന് പോയാൽ പണ്ടത്തെ സാക്ഷിയൊക്കെ പറയുമോ? തീർച്ചയായും പറയും. പെറ്റമ്മ കൈവിട്ടപ്പോൾ, കൂടപ്പുറപ്പ് കൈവിട്ടപ്പോൾ കൈവിടാത്ത ഒരു കരമുണ്ട്. ആ കര യേശുവിന്റെ കരമാണ്. യേശുവിന്റെ കരമാണ്. ഹല്ലേലൂയ. ഈ കരത്തിൽ ആശ്രയിച്ചവരാരും, ഈ കരം കൊടുത്ത് കടത്തി പിടിച്ചവരാരും ലോകത്തിൽ എത്തിപ്പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സ്തോത്രം, എന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ മനസാക്ഷിയോട് ചോദിച്ചാൽ പറയാൻ കഴിയും. നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ണീരും പ്രാർത്ഥനയുമാണ്. അഭിമാനത്തോടെ യോഗ്യതയോടുകൂടെ ഇന്ന് രാത്രി ആലയത്തിൽ കടന്നു വരാൻ കാരണക്കാർ നിങ്ങളല്ല. നിങ്ങളുടെ വിശ്വാസം നിലനിൽപ്പിനായിട്ടോ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനായിട്ടോ അനേക കണ്ണൂർ തുള്ളികള് നിങ്ങളുടെ മാതാപിതാക്കളും ആഹാരമില്ലാതെ, നേരെ വസ്ത്രമില്ലാതെ, വയറിറങ്ങി കെട്ടിക്കൊണ്ട് കണ്ണുനീരോട് ഓല കെട്ടിയതായ, ചാണാമൊഴുകിയതായ ചെറ്റക്കുടിലിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് അഭിമാനത്തോടെ നിങ്ങൾക്ക് ആരാധിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ നമ്മൾ രക്ഷിക്കപ്പെടണം. പാപമോചനം പ്രാപിക്കണം. സ്തോത്രം. അന്ന് ദൈവത്തെ ആരാധിക്കുവാനും സാക്ഷി പറയുവാനും വളരെ ദൂരം നടന്നു ഞാൻ ദൈവത്തെ ഞാൻ സാക്ഷി പറയും. സ്തോത്രം. ഒരു മടിയും കൂടാതെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പേര് മാറ്റണം, തലവെട്ടിക്കളിയെന്ന് പറഞ്ഞ അവസരങ്ങളെ എനിക്ക് ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ എന്റെ തല എടുക്കണമെങ്കിൽ ദൈവം അറിയണം. തലയുടെ മുടി നിലത്ത് വേണമെങ്കിൽ ദൈവം അറിയണം. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ആലയത്തിൽ അകത്തിരിക്കുന്നവർക്ക് മാത്രം കേൾക്കുവാനല്ല, പുറത്താണെങ്കിലും എന്നെ പോലെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷം നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയാ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങൾ അഴുക്കിലായി പോയി, പാവക്കറയിലായി പോയി. പാവക്കറ അടിക്കുവാൻ മാടുകളുടെ രക്തം ആറുപോലെ ഒഴുകി, മനുഷ്യൻ രക്തം പ്രളയം പോലെ പ്രവഹിച്ചു. ഈ രക്തപ്രവാഹങ്ങൾക്കൊന്നും പാവക്കറ അഴിക്കാൻ കഴിയാതെ സമസ്തവും പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ഈശ്വരനായ ദൈവം മനുഷ്യനായി, ദൈവം വചനമായി, വചനം ക്ഷണമായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. 30 വയസ്സ് വരെയും അവൻ മാതാപിതാക്കൾക്ക് മാതൃകയോടും സഭയ്ക്ക് മാതൃകയോടും ദേശത്തിന് മാതൃകയോടും അവൻ ജീവിച്ചു. 3.5 വർഷക്കാലം പിതാവിന്റെ സാക്ഷ്യത്തോടുകൂടെ കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങി തിരിച്ചു കർത്താവ്. ഹല്ലേലൂയ. 3.5 വർഷക്കാലം തന്റെ വേല തികച്ചിട്ടോ അദ്ദേഹം ചെയ്തെന്താണ്? പാപപരിഹാരത്തിനായിട്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. പ്രിയപ്പെട്ടവരെ, കോഴിയറത്തോ ആടറത്തോ മാടറത്തോ കൊടുക്കുന്ന ദൈവത്തിനല്ല കൊടുക്കുന്നത്.
ദൈവത്തിന്റെ ഈ മനുഷ്യന്റെ ചോര വേണ്ട, മൃഗത്തിന്റെ ചോര വേണ്ട, യേശുവിന്റെ ചോരയാ നിന്നെ വീണ്ടെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തത്തിന്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അനേക മഹാന്മാര രക്തം ചൊരിഞ്ഞ കട്ടം പിടിച്ച് അഡ്രസ്സില്ലാത്ത ലോകം അറിയപ്പോൾ 2025 വർഷങ്ങൾ കൊണ്ട് ഇന്നും ഈ ചോര സംസാരിക്കുന്നു. യേശുവിന്റെ ചോര ജീവനുള്ള ചോരയാ, സംസാരിക്കുന്ന ചോരയാ. രക്താംബരം പോലെ മുക്കൂട്ടുകളിൽ യേശുവേ, രക്താംബരം പോലെ നിന്റെ പാപ ചുവപ്പായാലും ഐസ് പോലെ പഞ്ഞു പോലെ ആക്കി തീർക്കാമെന്ന ഈ രക്തം സംസാരിച്ചുകൊണ്ട് ഇന്ന് രാത്രി കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു 29, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടുതാ കടന്നു വരുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ഒരു ചുമടുതാങ്ങി, ഒരു ചുമട്ടുകാരൻ ഇതാ വരികയാ. ഇതുവരെ ചുമടിറക്കി മാനസാന്തരപ്പെട്ട് ആശ്വാസം പ്രാപിക്കാതെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നിന്റെ പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടുകളെ ഇടിച്ച് അവസാനിപ്പിച്ചിട്ട് കൃപാസനം വരെ കടന്നു വരുവാൻ യേശു വിളിക്കുക. സ്തോത്രം. എന്റെ 2 മക്കളും 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലെ ഇളയ മോള് പറയും, അച്ഛാ ഞാൻ സ്കൂളിൽ പോകണില്ല കേട്ടോ, ഇന്ന് മക്കളെ വയറുവശം തുടങ്ങിയ 5 പൈസ കൊടുത്ത് ഒരു ദോശ വാങ്ങിച്ച് 2ആയിട്ട് പുലർന്ന് കട്ട ചായയും കൊടുത്ത് ആനാവ് സ്കൂളിനയച്ച് വിളിക്കുന്ന ഓർമ്മയുണ്ട്. സ്കൂൾ വിട്ട് തിരിച്ചു മടങ്ങി വരുമ്പോ ആ ചെറിയ കുടലിനകത്ത് അടുക്കളയിൽ കയറി നോക്കിയ അടച്ചു വെച്ചിരിക്കുന്ന പച്ചവെള്ളമല്ലാന്ന് മറ്റൊന്നും കാണില്ല. സ്തോത്രം, സ്തോത്രം. ഈ കുഞ്ഞുങ്ങൾ തവള പതയ്ക്കുന്നത് പോലെ ചുവരിൽ ചാരിയിരുന്ന ആ ദിവസം ഇന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. പ്രിയപ്പെട്ടത്, സ്വന്തം ബന്ധുക്കൾ ആരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ സ്തോത്രം, എന്റെ ഭാര്യ പറയുമ്പോൾ ഞാൻ നമ്മൾ ക്രിസ്ത്യാനിയായി, നമ്മൾ ആരും സഹായിക്കുന്നില്ലല്ലോ, ബന്ധുക്കൾ കാത്ത് നമ്മൾ വേണ്ടല്ലോ. എനിക്ക് സമാധാനം പറഞ്ഞത് എന്റെ ഭാര്യയാണ്. നിങ്ങൾ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. യേശു തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. കാത്തിരിക്കാമെന്ന് പറഞ്ഞ് എത്രയോ ദിവസം നമ്മെ സമാധാനപ്പെടുത്തി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എന്നാൽ എന്റെ കുഞ്ഞുങ്ങൾ 1, 2 പഠിക്കുമ്പോൾ ആകാരമില്ലെങ്കിലും സന്ധ്യയ്ക്ക് പാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഞാൻ കുഞ്ഞുങ്ങളെ വളർത്താനിടയായി. സ്തോത്രം. പ്രിയമക്കളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഏക ആശ്രയം കർത്താവിലായിരിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നയോടോ നിന്റെ അമ്മയോടോ പറഞ്ഞ ഒന്നും ലഭിക്കുകയില്ല. സ്വർഗത്തിലേക്ക് നോക്കി യേശുപ്പനോട് പറ. ഹല്ലേലൂയ. യേശുപ്പൻ വാക്കുമാറുന്ന ദൈവമല്ല കേട്ടോ. അവൻ പിടിച്ച് വഴിയിലെത്തിയിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവസാനം വരെയും കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. പക്ഷെ ദൈവത്തിന്റെ ചില ഇഷ്ടങ്ങൾ ഈ സഭയെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഈ സഭയ്ക്ക് ചിലത് ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തലമുറയ്ക്ക് ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ സമൂഹത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ നിങ്ങളെ ജീവനോടുകൂടെ വച്ചിരിക്കുന്നത്. മാരകമായ കൊറോണ എത്രയോ പ്രാവശ്യം എന്നെ നിങ്ങളെ എത്തി നോക്കിയപ്പോൾ അടുക്ക വരാതെ വേലിയാകുന്ന അഗ്നി കൊണ്ട് നിർത്തി ഇന്ന് 2025 9ാം വർഷം കാണുവാൻ എനിക്ക് നിങ്ങൾക്ക് അവസരം തന്നത് നമ്മൾ കൂടെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കുവാൻ ആഗ്രഹമുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മക്കളുടെ കൂടെ നമുക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ മക്കളുടെ കൂടെ മക്കളെ പഠിപ്പിക്കണം, നല്ല മാർക്കറ്റ് ജയിക്കണം, നമുക്ക് നല്ല ജോലി കിട്ടണം, നല്ല ഉദ്യോഗസ്ഥന്മാരോട് അയക്കണം, അവർ മക്കളെ കാണണം. ഇതൊക്കെ എന്തെല്ലാം ആഗ്രഹത്തിന്റെ കൂമ്പാരമാണ് നമ്മുടെ ഹൃദയത്തിൽ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ യേശുപ്പന് രക്ഷിക്കപ്പെട്ടതിന്റെ മക്കളെ കുറിച്ച് എന്തുമാത്രം കരുതലുണ്ട്. ഹല്ലേലൂയ. എന്തുമാത്രം കരുതലുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയായപ്പോ എന്റെ ചുറ്റുപാടുള്ളവരാരും കൂലിക്കൊടുക്കാൻ വിളിക്കില്ലായിരുന്നു കേട്ടോ. എന്റെ കുടുംബത്തെ സമ്പന്നമായി ജീവിച്ചതാ. അവസാനം കഞ്ഞിവെള്ളം പോലും കിട്ടാത്ത എത്രയോ ദിവസം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോഴത് കഴിഞ്ഞിട്ടൊക്കെയാണ് പാസ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്നത്.
ഇത്രയും വർഷം ആരാധന നടത്തിയിട്ടും ഒരു പൈസ വണ്ടി കൂലിക്ക് പോലും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്തോത്രം. ഒരു ലൈറ്റ് വാങ്ങാൻ പൈസ ഇല്ലാതെ അദ്ദേഹം എന്നെ വിളിച്ചു കൊണ്ടുവന്ന് അരിയോട്ടിന്റെ ഭാഗത്ത് നിന്ന് ലൈറ്റ് വാങ്ങിച്ചു തന്നു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വന്ന വഴി ഒന്നും മറക്കില്ല കേട്ടോ. ഹല്ലേലൂയ. വന്ന വഴി ഒന്നും മറക്കില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. ശുദ്ധീകരണത്തിനായിട്ട് 33 തിരുവയസ്സുകാരനായ കർത്താവ് ബലിപീഠമായ ക്രൂശ് തന്റെ തോളിലെടുത്തുകൊണ്ട് കൃഷ്ണമനം മുതൽ 14 സ്ഥാനങ്ങളിൽ മുട്ടുകുത്തി വീണുകൊണ്ട് കാവാലഗിരിയുടെ ശിഖരങ്ങളിൽ അവൻ കൈകാലുകളെ വിരിച്ച് യാഗമായി തീർന്നു. ഹല്ലേലൂയ. ആ രക്തത്തുള്ളികൾ, പ്രിയപ്പെട്ടവരെ സ്തോത്രം, ആ രക്തത്തുള്ളികൾ നിങ്ങൾ ആശ്രയിക്കാമെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഇരിക്കുന്ന ഇരുപ്പിൽ നിങ്ങളുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച് കളയുന്നതായ രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഹല്ലേലൂയ. പ്രത്യേക സമയം വേണ്ട, പ്രത്യേക പാർട്ടി വേണ്ട, കാത്തിരിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ വരെ സാക്ഷ്യം പറയാതെ രക്ഷിക്കപ്പെടാത്ത എന്റെ കൂടപ്പറപ്പായ നിങ്ങളോട് ഞാൻ പറയട്ടെ, ആരെങ്കിലും ഇരിപ്പിരിക്കുന്നുവെങ്കിലോ നാളത്തെ ദിവസം എനിക്ക് നിങ്ങൾക്ക് ഉള്ളതല്ല പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ദിവസം ദൈവം തന്നിരിക്കുക. സമയത്തിന് പാഴാക്കാതെ, സ്തോത്രം, സമയത്തെ പാഴാക്കാതെ കിട്ടിയ സമയത്തൊക്കെ ഉപയോഗിക്കണം. ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. 2, 1 പത്രോസ് ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. വേഗം വേഗം ഇനി അടുത്ത മാസം കൺവെൻഷൻ തുടങ്ങി. 1 പത്രോസ് 4:19. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കണം. ചിലർ പറയുന്നത്, സരിയാരെ ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ കഷ്ടം മാറുന്നില്ല, എന്റെ ഭാരം മാറുന്നില്ല, പ്രയാസം മാറുന്നില്ല. കഷ്ടത തങ്ക കഷ്ടതയാണ് കേട്ടോ. ആ കഷ്ടകാലത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല. സംഗീതം തൊഴിൽ പറഞ്ഞിട്ടുണ്ട്, കഷ്ടകാലത്ത് നിന്നോ കൂടെ ഇരിക്കും. ആര് കൂടെ ഇരിക്കും പ്രിയപ്പെട്ടവര്? പിന്നെ രോഗാവസ്ഥയിൽ ആര് കൂടെ ഇരിക്കും? ഭാര്യയോ? ഭാര്യ. ഞാന് എന്നെ ഈ ആറ്റിങ്ങിൽ എടുത്തൊരു ക്യാൻസർ ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരം ക്യാൻസറിന്റെ സഭയായിട്ടാണ്. ഒരു CSC അച്ഛനാണ് അത് നടത്തുന്നത്. അദ്ദേഹം ഒരു ദിവസം ഞങ്ങൾ CSC പള്ളിയെന്ന് പറഞ്ഞു, ഹുസൈനാരെ നിങ്ങൾ ഒരു ദിവസം ക്യാൻസറിനോ നിങ്ങൾ സാക്ഷ്യം പറയാമോ? അവിടെ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. എല്ലാ വെള്ളിയാഴ്ച മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ആരാധനയുണ്ട്. ആരാധന കഴിഞ്ഞ് ആഹാരവും കൊടുത്ത് മരുന്നും കൊടുത്തയക്കും. നിങ്ങളൊന്ന് സാക്ഷി പറയാൻ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ സാക്ഷി പറയാനായിട്ട് പോയി രാവിലെ ചെന്നു. ഇത് നേരത്തെ അവിടെ ചെന്നത് കൊണ്ടൊക്കെ പറഞ്ഞു, പക്ഷേ 1-2 റൂമിൽ രോഗി കിടക്കുന്നത് സന്ദർശിക്കാമോ? ഓ സന്ദർശിക്കാം, എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളെ പാത്രം പോലെയാ. അദ്ദേഹം ആ ആൾക്കൊക്കെ ഓടി നടന്നോ, നട്ടുച്ച വീരത്തൊക്കെ കിടന്നോ ഞങ്ങൾ പലർക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറയില്ല. പ്രാർത്ഥിച്ചു പറയാതെ ഈ നിങ്ങൾ എന്താ സഹോദരങ്ങളാണ്. ഇന്ന് രാത്രി അല്ലേലിയ പറയാൻ കാലം കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത മാസം കൊണ്ടുവരണം. സ്തോത്രം, സ്തോത്രം. ഞാനിങ്ങനെ ഒരു റൂമിലേക്ക് പോയപ്പോ ഒരു വയസ്സ് അമ്മച്ചിരിക്കുന്നു. ഒരു 28 വയസ്സായ ഒരു സഹോദരൻ കിടക്കുകയാ. ഞാൻ സഹോദരൻ എന്ത് പറ്റി? അത് ഞാൻ മേശരി പണിയാണ്, ചാരത്തിൽ നിന്ന് വീണ എടുപ്പൊരു പ്രയാസം വന്നു. മെഡിക്കൽ കോളേജിൽ ഞാൻ തിരികെ വിട്ടു. ഇവിടെ വന്നതിന് ശേഷം സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ പ്രാർത്ഥനയും മരുന്നും ഒക്കെ വളരെ ഫലപ്രദമാണെന്ന് പറയാൻ ഞാൻ ചോദിച്ചു, സഹോദര ഇതാര്? എന്റെ അമ്മയാണ്. സഹോദരൻ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? കല്യാണം കഴിഞ്ഞു. മക്കളുണ്ടോ? 3.5 വയസ്സായ ഒരു ആൺകൊച്ചുണ്ട്. ഭാര്യ എവിടെ? ഒന്നുമില്ല. രണ്ടാമത് ചോദിച്ചോ, ഭാര്യ എവിടെ? വീട്ടിൽ പോയോ? ഇല്ല. മെഡിക്കൽ കോളേജിൽ തിരികെ വിട്ടപ്പോ എന്റെ ഭാര്യ എന്നെ വിട്ടുപോയി. പ്രിയ സഹോദരങ്ങളെ, പള്ളിക്കാരി പറയും കഷ്ടത്തിൽ അച്ഛൻ്റെ ഒപ്പം പറയും. കഷ്ടത്തിലും ദുഃഖത്തിലും കണ്ണീരിനും രണ്ടല്ല പിന്നെ ഒന്നൊന്നോ. കഷ്ടത വരുമ്പോൾ കാണണം. അത് ഞാൻ ആ ഭാഗത്ത് അങ്ങോട്ട് പോകുന്നില്ല. ആ സഹോദരൻ പറഞ്ഞു, എന്നെ വിട്ട് കടന്നു പോയി. സ്വന്തം ഭാര്യ കിട്ടാം.
പെറ്റമ്മ കൈവിടുമോ? യെശയ്യാവ് 49:15 പറയുന്നു, പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ ഒരു നാൾ നിന്നെ മറക്കുകയില്ല. ഈ ഒരു സ്തോത്രം. ഒരു നാൾ മറക്കില്ല. പിള്ളേർക്ക് ആകാരമില്ല, പുസ്തകമായി കൊടുക്കാൻ നിവർത്തിയില്ല. സത്യം സഹോദരങ്ങളെ, ഞാൻ അനുഭവിച്ച ദാരിദ്ര്യം കഷ്ടതയും. പലരും പറഞ്ഞു അവൻ കല്യാണം കഴിഞ്ഞ് 2 പെൺമക്കളാണ്, ഇനി അവൻ ഇവിടുന്ന് സ്ഥലം കൂടാനുള്ള ജോലിയാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ എനിക്ക് ചോദിച്ചു നോക്കാം. ഭാര്യയോട് പറഞ്ഞു, നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടമില്ലെങ്കിലും എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. എൻ്റെ മരിച്ചു മാറുകയല്ലാതെ നിന്നെ വിട്ടിട്ട് പോയൊരു പരിപാടിയില്ല. സൗന്ദര്യം കൊണ്ടോ ഗുണം കൊണ്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് ജഗം ഇല്ല. 2 പേര് ഞങ്ങൾ കർത്താവിച്ചു പ്രാർത്ഥിച്ചു. 5ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് പുസ്തകം വായിക്കുവാനായിട്ട് അറിവ് കിട്ടാൻ പറഞ്ഞു. 5, 6, 7, 8, 10, 12 പഠിക്കുവാണ്. ദൈവം അവസരം പ്രിയപ്പെട്ടവരെ സ്തോത്രം പറയട്ടെ. ഇടയ്ക്ക് പറഞ്ഞു പോയ സമയത്ത് കൂടി 2 മക്കളും കല്യാണ പ്രായമായിരിക്കുക. പലരും പറഞ്ഞു, നിന്റെ ആയുസ്സിന് നിന്റെ മക്കളെ നീ കല്യാണം കഴിച്ചു കൊടുക്കുക. ഒരു വാക്കും മറുപടി പറഞ്ഞില്ല. രാത്രിയോടെ അമ്മകളൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ പോകുന്ന പേരപ്പുറം ചർച്ചിൽ വെച്ച് വേദപുസ്തകം വെച്ച് കൈപിടിച്ചു കൊടുക്കാൻ ഒരു അവസരം നീ എനിക്ക് തരണം. ഈ പ്രാർത്ഥന പലരും കല്യാണത്തിനോടൊപ്പം കൈപിടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കും, കർത്താവ്, ഇതുപോലൊരു ഭാഗ്യം എനിക്ക് ലഭിക്കുമോ? സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുതൂക്കി CSI അന്നിരുന്നതായ അച്ഛൻ്റെ നേർച്ചയായിട്ട് അന്വേഷണം നടത്തി ഞങ്ങളെ കണ്ടുപോയി. അവിടെ ഒരു നായർ സാമ്പ്രദായത്തിൽ അമ്മച്ചി ഉണ്ടായിരുന്നു. ഊരമ്പിലാണ് അമ്മച്ചിയുടെ വീട്. കൊടുതൂക്കി വരെ പോകും രഹസ്യമായി ദൈവത്തെ ആരാധിക്കാൻ. മറ്റ് 2 മക്കളാണ്, 2 പട്ടാളക്കാരാണ്. മൂത്തവൻ കല്യാണം കഴിഞ്ഞു. ഇളയ മോൻ എന്ന് പറഞ്ഞ മോനെ ബാലകൃഷ്ണൻ നായർ മൂത്ത മോനെ കല്യാണം കഴിക്കണം. സ്തോത്രം. വലിയ പ്രശ്നമുണ്ടായെങ്കിലും അതൊന്നും ഇപ്പൊ പറയുന്നില്ല. കല്യാണം കഴിക്കുവാനിടയായി പ്രിയപ്പെട്ടവരെ സ്തോത്രം. അടുത്തൊരു മോളുണ്ട്. ഞാൻ ക്ലാസ് ബിഷപ്പിന്റെ കാലത്ത് CSC ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് ബിഷപ്പ് എൻ്റെ ഇളയ കാര്യക്രമ ആശുപത്രി ജോലി എന്ന് സഹായിക്കാൻ ആയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവസാനത്തോളം വിശ്വാസം നിൽക്കണം, നിങ്ങളെ ദൈവം മാനിക്കും. സ്തോത്രം. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഇടയ്ക്ക് അനേക ഗ്യാപ്പിട്ടാണ് സാക്ഷി പറയാനിടയായിട്ട്, അല്ലെങ്കിൽ തിരിയില്ല. കാരണം ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ദൈവം മക്കളാണ് സഹോദരങ്ങളെ. മക്കളെങ്കിലോ നമ്മൾ അവകാശികളാണ്, അവകാശപ്പെട്ടവരാണ്, അപ്പന്റെ സ്വത്താക്കാണ്. നമ്മുടെ അച്ഛനെ ഞാൻ 100 പ്രാവശ്യം പാപ്പാന്ന് വിളിക്കാം, നിങ്ങൾ നേരത്തെ വിളിക്കാം. ആ ബനോച്ചവർക്ക് 2 സെന്റിന് വേണ്ടി അരിയോട്ട് കിട്ടിയാലും മതി. 2 സെന്റ് തരുമോ? നിങ്ങൾ മുൻപ് അച്ഛൻ നോക്കണേ ഇവിടെ തുടങ്ങി അച്ഛൻ തരുമോ? തരില്ല. അച്ഛൻ്റെ വീട്ടിൽ ചെല്ലുമ്പോ മോന് ചോദിക്കും, അച്ഛാ എനിക്ക് വീട് വയ്ക്കണം. 2 അല്ല 4 അല്ല 10 സെന്റ് കൊടുത്ത് വീട് വെച്ച് കൊടുത്ത് കല്യാണം കൊടുത്തു. അതാരാ പപ്പാന്ന് വിളിച്ചത്? മകളാ. ഇതാരാ വിളിച്ചത്? സെന്റിന് വേണ്ടി വിളിച്ചതാ, പണത്തിന് വേണ്ടി വിളിച്ചതാ. മത്തായി 7 പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ. പൈസയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കാതെ. ദൈവം ഒരു ഉപകരണമല്ല. എന്ന് നടക്കുന്നത് പുറത്തുപോയത് ശരിയല്ല. ഇതിലൊക്കെ പുറത്ത് വെച്ചേക്കില്ല. അതിങ്ങനെ പറയും, പറയാതിരിക്കാനും നിവർത്തിയില്ല. ഇന്ന് രോഗശാന്തി കച്ചവടം നടക്കുക. രോഗശാന്തി കച്ചവടം ബൈബിളില്ല കേട്ടോ. ഞങ്ങൾ ധാരാളം രോഗങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമുക്കൊന്നും പറയാനില്ല കേട്ടോ. ദൈവമാണ് ചെയ്യുന്നത്. ധാരാളം രോഗി ഭ്രാന്തന്മാരുമായിട്ടുണ്ട്. 18 വർഷം മക്കളില്ലാത്തവർക്ക് മക്കൾ കിട്ടിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കെന്ത് കാര്യം ചെയ്തു? ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ഉപകരണമായി നമ്മൾ എടുത്തു മാത്രമല്ലാതെ നമുക്ക് യാതൊരു റോളുമില്ല കേട്ടോ. കർത്ത ശ്രമിക്കണം. കർത്തത വരുമ്പോൾ പിന്തുണക്കരുത്, കൂട്ടായ്മയ്ക്ക് വരാതിരിക്കരുത്, പള്ളി വിട്ട് പോകരുത്. കർത്ത ശ്രമിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം.
ദൈവ ഇഷ്ടമാണോ നീ കഷ്ട സഹിക്കാമെങ്കിൽ ദൈവ ഇഷ്ടപ്രകാരം കഷ്ട സഹിക്കും. കുറച്ചു മുമ്പ് കുംഭമീന മാസത്തിന് ഒരു ഗരുഡവെട്ടുകാരൻ അപ്പച്ചൻ അടങ്കരി ജോലിക്ക് പോയാൽ കടയിൽ കയറി ആഹാരം കഴിക്കില്ല, വീട്ടിൽ വന്നേ ആഹാരം കഴിക്കും. അങ്ങനെ അപ്പച്ചൻ വെയിലത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു. അമ്മച്ചി രക്ഷിക്കപ്പെട്ട അമ്മച്ചിയാ. അപ്പൊ അമ്മച്ചി പറഞ്ഞ് ചോറ് പോരട്ടോ. അപ്പച്ചൻ പറഞ്ഞു, ആദ്യം വെള്ളം കൊണ്ടാ കുടിച്ചുകൊണ്ട് ചോറ് കഴിക്കാം. ഈ രക്ഷിക്കപ്പെട്ട അമ്മച്ചിയിലേക്കാണ് വെള്ളം കുടിയാതെ കയറി വന്നോ. അപ്പച്ചൻ തൂക്കി ഒരെണ്ണം വിട്ടുകൊടുത്തു. എവിടെ ഒരടി കൊണ്ടാലും ഒരപ്പം തിന്നാലും മുഖം നീര് കയറി. പിറ്റേന്ന് ഉപവാസം പ്രാർത്ഥനയ്ക്ക് പോകുക. ഭയങ്കര ഉപവാസക്കാരില്ല. വീട്ടിൽ മാത്രമേ ഇല്ലാത്ത ജീവിതത്തിൽ ഉപവസിച്ചാലോ ആരാധിച്ചാലും എന്ത് ചെയ്താൽ ദൈവം അംഗീകരിക്കില്ല കേട്ടോ. ആത്മന്റെ സാക്ഷി ഭവനത്തിലായിരിക്കണം. ആമേൻ. തലയിൽ കൂട്ടാതെ അമ്മച്ചി പോരാ. കൂട്ടാതെ അമ്മച്ചി തലവേദനയോ? പനിയാ? പല്ലുവേദനയോ? പിന്നെ എന്താ പറ്റി? കർത്താവിന് വേണ്ടി ഞാൻ ഇതൊക്കെ സഹിച്ചു മക്കളെ. കർത്താവിന് വേണ്ടിയാ സഹിച്ചത്. നിന്റെ വായി കാണുന്ന നാക്കല്ലയോ? കഴുത്ത് ചുറ്റി നാക്കുകളുണ്ട്. ചില സ്ത്രീകളുണ്ട്, ചില പെണ്ണുങ്ങളുണ്ട്. യെരൂശലേമിൽ ഭാഷാനിവസികളുണ്ട്. ഇവിടെ ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞ് പുരുഷന്മാരെ കയ്യിൽ അടി വാങ്ങിച്ചു കേട്ടോ. ഞാൻ കർത്താവിന് വേണ്ടി സഹിക്കുന്നു. കർത്താവിനെ നീ കാണുന്നില്ലയോ? എവിടെ കാണാൻ? ദൈവവിഷ്ടപ്രകാരം നീ കഷ്ട സഹിക്കണം. ഞാൻ നടന്നു പോകുന്നതിനെ കാണുന്നുണ്ട് കേട്ടോ. പറഞ്ഞു എന്റെ പുസ്തകം പിടിച്ചു വാങ്ങിച്ച് വൈകിട്ട് എറിയുമെന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുവാൻ ദൈവം ശ്രമിക്കുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. സമയത്തിന് വരുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ശുദ്ധീകരണം. 2 നീ കഷ്ടം സഹിക്കണം. 3 1 ശുശ്രൂഷയ്ക്ക് ലേഖനം 5-ാം അധ്യായം 17, 18 1 തിമോഥെയോസ് 2:4 എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങൾ സ്തോത്രം പറയണം. സ്തോത്രം പറയണം. ആർക്ക് പറയാം? പ്രസംഗിയായ സ്തോത്രം വേണോ? പാസ്റ്ററെ സ്തോത്രം, അച്ഛാ സ്തോത്രം. അച്ഛന് സ്തോത്രം കൊടുക്കണ്ട, പ്രസംഗിക്ക് കൊടുക്കണ്ട. സ്തോത്രം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന്റെ ആഗ്രഹം സ്തോത്രം പറയണം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത് ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഹൃദയം നിറഞ്ഞൊരു സ്തോത്രം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദൈവപ്രസാദം നേടിയെടുക്കാം. 1 തിമോഥെയോസ് 2:4 അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിച്ചെടുക്കണം. രക്ഷിക്കപ്പെടും. ഞാൻ രക്ഷിക്കപ്പെടും. ഞാൻ രക്ഷിക്കപ്പെടും ഇല്ല. രക്ഷിക്കപ്പെട്ടില്ല, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്താ കാര്യം? നമ്മൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് വരുമ്പോ വെള്ള വസ്ത്രത്തിൽ അഴുക്ക് പറ്റുന്നത് പോലെ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി രക്ഷാവസ്ത്രം ധരിച്ചുകൊണ്ട് പാപലോകത്തെ യാത്ര ചെയ്ത് വരുമ്പോൾ പാപപ്പൊടികൾ പറ്റുന്നത് കൊണ്ട് ഈ വസ്ത്രം അലക്കിക്കൊണ്ടേയിരിക്കണം. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. രക്ഷയുടെ പൂർത്തീകരണം എപ്പോഴും ലഭിക്കും? യേശുവിന്റെ വീണ്ടും വരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ പോയ അവസാനം വീണ്ടും വരെന്നൊക്കെ പറയും. കാരണം എന്റെ സഭയില്ലാത്തവർ അങ്ങനെ പറയുന്നില്ല. ലോകമത സ്ഥാപകന്മാരിൽ വെച്ച് രണ്ടാമത് ലോകത്തിൽ വരാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത് ലോകത്തിൽ വരും, കാത്തിരിക്കുന്ന നിങ്ങളെ ചേർക്കുവാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ നമ്മൾ കാത്തിരിക്കണം, ഒരുങ്ങിയിരിക്കണം. സ്തോത്രം. എപ്പോഴും വരുന്നു അറിയാൻ പാടില്ല കേട്ടോ. ഏത് സമയം വന്നാലും നമ്മൾ ഒരുക്കമുള്ളവരായി
ആയിരിക്കണം. കർത്താവിനെ എതിരേക്കുന്ന മണവാട്ടി സഭയെ ചേർക്കുവാൻ മണവാളനായ ക്രിസ്തുവിനെ വരാൻ പോകുന്നുവെന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ ശക്തിയുടെ മൗഢമായ മനുഷ്യ ഇത് വിറ്റും നട്ടും തിന്നും കുടിച്ചുകൊണ്ട് നോകയുടെ കാലം പോലെ കണ്ടും കഞ്ചാവ് മടിച്ചുകൊണ്ട് ജീവിക്കുന്നതായ എന്റെ ദേശവാസികളെ, ഇന്ന് മദ്യത്തോട് യാത്ര പറ, കഞ്ചാവിനോട് യാത്ര പറ, ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് യേശുവിന്റെ ഭാഗത്ത് കടന്നു വാ. രക്ഷയെ പ്രാപിച്ചെടുക്കണം. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യമായ നരകമാണ്. ചിലർ ചോദിക്കും, പ്രസംഗത്തിന് നരകമുണ്ടോ? ഞാൻ പുരുഷനോട് വന്നത് നരകത്തിൽ കിടക്കും പോലെ കിടക്കുന്നത് സ്ത്രീയിലേക്കെന്ന് പറയുന്നത്. ഈ പുരുഷനോട് വന്ന് കയറി അന്ന് പോയി നരകത്തിൽ കിടക്കും പോലെ കിടക്കണം. ഞാൻ പറഞ്ഞ പുരുഷന് അന്ന് കയറി അന്ന് മുതൽ പുരുഷൻ അന്ന് കയറിയോണ്ട് ഇന്ന് നീ ജീവിച്ചിരിക്കുന്നു. അതെനിക്ക് പറയാൻ പറ്റും. നരകമുണ്ടോ? നരകമുണ്ടോ? സ്വർഗമുണ്ടോ? സ്വർഗമുണ്ടോ? ഞാൻ നേരത്തെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പൂർത്തിയായില്ല. മഹർഷി രണ്ടാം പ്രാർത്ഥന പറഞ്ഞത്, മൂന്നാമത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, പറഞ്ഞില്ല. മൂന്നാം പ്രാർത്ഥന ഇങ്ങനെയാണ്: മൃത്യുവിന്റെ വഴി, നരക വഴി, റോമകാലത്ത് മുതൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. മൃത്യുവിന്റെ വഴിയാ, അമൃതംഗമയാ. മൃത്യുവിന്റെ വഴി ഞങ്ങൾക്ക് വേണ്ട ഈശ്വര, ജീവനിലേക്ക് ഒന്ന് തിരിച്ചു വിടണമേ. ഈ പ്രാർത്ഥന മഹർഷിമാര്യം പ്രാർത്ഥിച്ചു. മറുപടി എവിടുന്ന് വരുന്നു ശ്രദ്ധയോടെ കാത്തിരുന്നപ്പോൾ ഇതാ മൃദുവായൊരു ശബ്ദം. യോഹന്നാൻ 8:55 യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ മരണം കാണുകയില്ല. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. മരിക്കുകയോ? രണ്ട് മരണമുണ്ട് കേട്ടോ. ഭൗതികമായ ഏതിനും മരിക്കും. ഭൗതികമായ മരണത്തിന് ആളൊന്നും പേടി. ശരീര മരണത്തിനാ പേടി, ആത്മാവിന്റെ മരണത്തിന് ഒരു പേടിയില്ല. ശരീരം മരിക്കുമ്പോ ഇവിടെ കാറ്റ് പോകുമ്പോ അച്ഛൻ വരും പ്രാർത്ഥിക്കാൻ. അച്ഛൻ ക്ഷണിക്കുന്ന ചോദിച്ചോണ്ട് പറയാൻ അച്ഛൻ വരും. പാട്ടുകാർ സാറും കാണും. നീക്കന്മാരും കാണും. അച്ഛന്മാട് സമയമാരേതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. മണ്ണാ കട്ട ഈ കണ്ണൂരി എന്നെ പ്രാർത്ഥി സ്വർഗത്തിൽ കയറ്റുവാണ്. അയ്യാ അച്ഛന്മാർ കഴിയും. വിഷപ്പൊന്നും കഴിയില്ല പ്രാർത്ഥിച്ച് കയറ്റാൻ. പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളിടയിലിരിക്കും പ്രാർത്ഥിച്ചു പോകുക. നല്ല കല്ലെല്ലാം അടിച്ച് പൊട്ടിച്ച് കല്ലറയിൽ കെട്ടി പെയിന്റ് അടിച്ച് ഒരു കുരിശ് നിർത്തി ലൈറ്റ് ഇട്ട് കൊടുക്കും. വെട്ടങ്ങണ്ട് കട ഇരുട്ടത്ത് കിടക്കണ്ട. എത്തിക്കപ്പെടാത്തതിനെ കല്ലറ കെട്ടിയാലെന്തോ, ക്രൂശ് വെച്ചാലെന്തോ, ലൈറ്റ് ഇട്ടാലെന്തോ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ഈയതാകിലും തക്കഫലം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തോട്ട് നിൽക്കേണ്ടി വരും. 2 Corinthians 5:10 പറയുന്നു, വെളിപ്പാടിൽ 1 പറയുന്നു, മരിച്ചവർ ആധാരവൃത്തം ദൈവത്തിൻ്റെതായ മുമ്പിൽ നിൽക്കേണ്ടി വരും. വെളിപ്പാട് 20:15 പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാത്ത ഏവനെയും ഈ പൊയ്കയിൽ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണം. 2 മരണമുണ്ട്. ഹല്ലേലൂയ. രണ്ടാം മരണത്തിൽ പോകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എന്റെ ശബ്ദം കേട്ടുകൊണ്ട് റോഡ് വക്കിലോ കടത്തിലോ വീട് വരാന്തയിലോ ചിതക്കടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, ഇരിക്കുന്ന ഇരിപ്പിലിരുന്നോ നീ ഹൃദയത്തെ യേശുവിന് കൂടെ പാപത്തെ ഏറ്റുപറ. പള്ളിയിൽ വരാൻ നാണക്കേടെങ്കിൽ നീ അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവിന്റെ ചോരയിലാ നിന്റെ അടുക്കലേക്ക് വരികയാ. സ്തോത്രം. ഒരു വാക്യം കൂടെ റോമാലേഖനം 1-ാം അധ്യായം. ഒരു വാക്യം ഒരുപാട് വാക്യം സമയമില്ലല്ലോ. ഒരു വാക്യം കൂടെ. സ്തോത്രം സ്തോത്രം. റോമർ 12. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും സാധമുള്ള ദൈവഹിതമെന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി നീ രൂപാന്തരപ്പെടണം. രൂപാന്തരം മനസ്സിന്റെ ഒരു പുതുക്കല. ഒരു പാക്കറ്റ് സിഗരറ്റ് വലിച്ചവൻ അത് മാറ്റി ഒരു സിഗരറ്റ് വലിച്ചാലും പാപമാണ്.
സ്തോത്രം. പൂർണ്ണമായി ഉപേക്ഷിക്കണം. ദൈവത്തിന് മനസ്സിലുള്ളതാണ് പൗലോസ് പറയുന്നത്. റോമർക്ക് എഴുത്തെഴുതുമ്പോൾ കത്തെഴുതുമ്പോൾ പൗലോസ് പറയുന്ന സഹോദരന്മാരെ സംബോധന ചെയ്തുകൊണ്ട് ദൈവത്തിന് മനസ്സിലോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, പരിശുദ്ധാത്മാവിന്റെ ആരാധനയായി, പരിശുദ്ധാത്മാവിന്റെ ആരാധനയായി, ഹല്ലേലൂയ, ജീവന് ചൈതന്യമുള്ള നിങ്ങളുടെ ശരീരങ്ങളെ ഈ ലോകത്തിന് കൊടുക്കരുത് കേട്ടോ. ലോകം നിങ്ങളുടെ ശരീരങ്ങളെ ചോദിക്കുക. മാംസപ്രിയമായ യോഗത്തിലുണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല കേട്ടോ. ലോകം നേടാം വിശാലം. ഈ മൂന്നിനോട് യുദ്ധം ചെയ്യണമെങ്കിൽ ആത്മശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ, ആത്മശക്തി പ്രാപിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കൂ. ഈ മൂവരെ യുദ്ധം ജയിച്ചില്ലെങ്കിൽ അക്കരെ നാട്ടിലെത്തുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 28-29 ഇത് കുറച്ചേക്ക് അവർ അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തികൾ എന്ത് ചെയ്യണം? അവസാനം പറയുന്നു, ദൈവം അയച്ചവരിൽ നിങ്ങൾ വിശ്വസിക്കണം. ആരാ ദൈവം അയച്ചത്? യേശു ക്രിസ്തുവിനെയാ. ദൈവത്തിന്റെ പ്രസാദമാണ് യേശു ക്രിസ്തു. പല പ്രസാദവും കഴിച്ച് വാ കഷ്ടപ്പെടുത്തിയിരിക്കുന്ന സഹോദര, ഒരു പ്രസാദമില്ല ലോകത്തിൽ വിതരണം ചെയ്യുന്നു. കാശും പണവും കൊടുക്കാതെ ക്രിസ്തുവാകുന്ന പ്രസാദം. ആ പ്രസാദം കഴിച്ച ബാലകൃഷ്ണനായരില്ല. എന്റെ പ്രായത്തിലുള്ള പലരൊക്കെ മാറ്റപ്പെട്ടപ്പോൾ ഇന്നും ജീവനോടെ ഇരിക്കുക. ഞാൻ പിന്നെക്കാരടുത്ത യോഗത്തിൽ കടന്നു പോയപ്പോ അവിടെ ഒരാൾ പറയാ, ബാലകൃഷ്ണനായ വയസ്സായി, ബാലകൃഷ്ണനായ പ്രസന്നമായ വയസ്സായില്ല, ചെറുപ്പം. ആ സ്വതം പ്രസംഗത്തിന് പ്രായമില്ല. സുവിശേഷത്തിന് കേട്ടോ, പെൻഷൻ ഇല്ലാത്തൊരു ജോലി ഇദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനാ. എന്നെ പോലെ അല്ല കേട്ടോ, ഉദ്യോഗസ്ഥനാ. അവിടെ പെൻഷനായോ? സൗദാ പറയിപ്പിക്കണോ? അതിന് പുറത്ത് വേണ്ട ജോലിയില്ല, എല്ലാം മാറ്റോട്ട് ഇറങ്ങുമോ? എന്നാൽ ഈ വേലയ്ക്ക് പെൻഷനില്ല. സ്തോത്രം. ഞാൻ വേണ്ടി യോഗത്തിന് ഭയപ്പെട്ട് ചോദിച്ചു, ജോലിയിലുണ്ടോ? ജോലി എന്തോന്നില്ല, ബാങ്കില്ല. ആ അത് ഏറെ കണ്ടാലും അറിയില്ല. ഏത് ബാങ്കാ? സ്വർഗീയ ബാങ്കാ. പെൻഷൻ ഇല്ലാത്തൊരു ബാങ്കോ, സ്വർഗീയ ബാങ്കാ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നിലയുള്ള കാലത്തോളം എൻ്റെ കർത്താവിൻ്റെ വേദന. ഞാൻ എൻ്റെ ഭാര്യ വായിച്ചാൽ മക്കളെയും കണ്ടു. ചോദിച്ചതുപോലെ എനിക്ക് ആമക്കളില്ല, അടിയന്മാരില്ല. പിന്നെ മക്കൾ പ്രസവിച്ചപ്പോൾ ചോദിച്ചതുപോലെ ആണും പെണ്ണൊക്കെ ദൈവം. ആണും പെണ്ണും തന്നു. രണ്ട് മക്കൾക്കും ആദ്യ ആമ്പിള്ളേരായപ്പോൾ മൂത്തമൊക്കെ രണ്ടാമ്പിള്ളേർ. എന്നെക്കാളൊക്കെ കേട്ടോ. സ്തോത്രം. അസൂയമില്ല, ഇല്ല ഇല്ല ഇല്ല, അസൂയമില്ല. രണ്ടാമത്തെ ഇളയ നോക്ക് ഒരാണായി, മൂന്നാണുങ്ങളാണ്. അപ്പൊ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു പെൺകൊച്ചിനെ തന്നെ കർത്താവ്. പെൺപിള്ളേർ വേണം കേട്ടോ, പെൺപിള്ളേർ വേണം. വീട്ടിലെ ഐശ്വര്യമാണ്. ചുണ്ടുപോണ പോത്ത് കാണുമോ? സമയത്തിന് വെള്ളം കുടിക്കുന്നു. പ്രാർത്ഥിച്ചു. ഈ രണ്ടാമത്തെ മോള് രണ്ടാമത് പ്രസവിച്ച് നല്ലൊരു പെൺകുട്ടിയാണ്. +2 പഠിക്കുകയാണ്. ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രാർത്ഥന കിട്ടിയ കുഞ്ഞുങ്ങളാണ്. പറഞ്ഞതിന്റെ ഒരാഗ്രഹം, കർത്താവെ മരിച്ചിടത്തുണ്ടാവും. കുറോട് തന്ന നിങ്ങൾക്ക് അച്ഛനറിയാം. കുറോട് തന്നേക്ക് 12 വയസ്സിൽ മരിച്ചിട്ട് പൊടിയും പച്ചവെള്ളം കൂടാതെ കുറിച്ച് എനിക്ക് നിന്റെ തലമുറ ദൈവത്തെ അറിയണം. ഇതാണ് ആഗ്രഹം. ചിലപ്പോൾ മക്കളും മരുമക്കളും ഒക്കെ ദൈവത്തെ അറിഞ്ഞവരാണ്. ആ ഒരു സന്തോഷത്തിൽ ഞാൻ ആദ്യം അക്കരെ എത്തുമ്പോൾ, കാലം കഴിയുമ്പോൾ ഒരെണ്ണവും നഷ്ടപ്പെട്ടു പോകാൻ അക്കരെ നാട്ടിലെത്തണം. പ്രിയപ്പെട്ടത് എൻ്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാം ഇവിടെ ഈ കാണുന്നത് പോലെ അക്കരെ നാട്ടിലെത്തണം. ഇവിടെ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും, ഏതൊക്കെ ബാങ്കിൽ ആയാലും,
ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയാത്ത, തിരിച്ചു വരാൻ കഴിയാത്ത ഒരു യാത്ര എനിക്ക് നിങ്ങൾക്കുമുണ്ട്. യാത്രയുടെ അവസാനം എവിടെയാണെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ മനസ്സിന്റെ മനസ്സാക്കി ചോദിക്കാം. കണ്ണുകളെ മൂടാം, ഒരു നിമിഷം കണ്ണുകളെ മൂടാം. ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുകളെ മൂടാം. എല്ലാ കണ്ണുകളും പറഞ്ഞിരിക്കട്ടെ. ഇതുവരെയും രക്ഷിക്കപ്പെടാതെ, മാനസാന്തരപ്പെടാതെ, ദൈവാലയത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി കരം തുറന്നൊന്നും ചെയ്യാത്ത ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ എന്ത് നേടിവെച്ചാൽ ഒന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഒന്നും നോക്കുവാൻ കഴിയാത്ത, ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത ഒരു യാത്ര എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എവിടെ ചെന്നെത്തുമെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ മനസ്സിന്റെ മനോസാക്ഷിയോട് ചോദ്യം. ഞാൻ ഇന്ന് മാറ്റപ്പെട്ടാൽ, ഇന്നലെ ശ്വാസം തുറന്നു പോയാൽ, അകത്ത് കയറിയില്ലായെങ്കിൽ എന്റെ നിത്യത എവിടെയാ? എല്ലാ കണ്ണുകളും മൂടാം, എല്ലാ കണ്ണുകളും മൂടാം. യേശുവിന്റെ ചോര നിങ്ങൾ അടുക്കിലേക്ക് വരികയാണ്. യേശുവിന്റെ രക്തം വരികയാണ്. ഈ രക്തം സംസാരിക്കുകയാണ്. ഈ പാപത്തെ ഏറ്റുവാണ്, നിന്നെ ശുദ്ധീകരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലുണ്ട്. രക്തം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ അടുക്കലുണ്ട്. നിന്നെ മുദ്രയിടുവാൻ, മുദ്രയിടുവാൻ, അംഗീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അടുക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ജീവന്റെ പുസ്തകം തുറന്നു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. മൂന്ന് കാര്യങ്ങൾ നടക്കുന്ന കൺക്ഷേപത്തിന്റെ രാത്രിയായിരുന്നു ഇത്. വേറെ പണം കൊണ്ട് കൂടിയുകൊണ്ട് നടത്തുന്നതല്ല, ആത്മഭാവത്താൽ. നിങ്ങൾ എഴുന്നേൽപ്പോൾ ഞാൻ പറയുന്നില്ല, കരങ്ങളിലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഹൃദയമാണ് യേശുവിന്റെ ആവശ്യം. ഹൃദയങ്ങളെ തുറന്നുകൊണ്ട് എത്ര നാളുകളോ യേശു കുട്ടിക്കൊണ്ടിരിക്കുക. അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലുകൊണ്ട് അങ്ങയെ ആരാധിക്കുവാൻ, മാറ്റമില്ലാത്ത അവിടുത്തെ വചനം ശ്രദ്ധിക്കുവാൻ പ്രഭാവത്തിനായിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കും. ഇന്ന് രാത്രി ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നതാണ്. ഇന്ന് കേട്ടതായ തീരുമാനങ്ങൾ അനേക ഹൃദയങ്ങളിൽ രൂപാന്തരം പഠിപ്പിക്കുവാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ അത് നഷ്ടപ്പെട്ടു പോവുകയും പുനഃസ്ഥാപിക്കപ്പെടുവാൻ, മക്കൾ എന്നുള്ളതായ അവകാശത്തിലേക്ക് കടന്നു വരുവാൻ അവരുടെ ഏർപ്പാടാകണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, സഭ ആത്മീയമായി വളരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ അവരുടെ ശ്രേഷ്ഠദാസനായി ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സംസാരിക്കുക അഥവാ സ്വർഗത്തിൽ ധാരാളമായി നൽകിയതിനായിട്ട് ഞങ്ങളെ സ്മരിക്കുന്നു. എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ പാലിച്ചവരെ ഞാൻ പാലിക്കുമെന്ന് അറിഞ്ഞു ചെയ്ത കർത്താവേ, അങ്ങയുടെ നാമത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ആരാധനയായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകളെ കണ്ടുപിടിച്ചുകൊണ്ട്, കുറവുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണം പ്രാപിപ്പാൻ ഇത് യാത്രയിലെ ദൂത് ഞങ്ങൾക്ക് മുഖത്തിൽ വാങ്ങിച്ചവരുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി കഷ്ടം ശ്രമിക്കുന്ന ഒരു മനസ്സ് ഓരോ ജീവിതങ്ങൾക്ക് നൽകുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സന്നിധിയിൽ ജീവിച്ച് ഏറെ അനുഗ്രഹങ്ങൾ അങ്ങ് പ്രാപിപ്പാനായിട്ട് സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. തുടർന്നുള്ള നാളുകളിൽ അങ്ങ് ഉപകാരങ്ങൾ ഓർക്കാതെ, മറന്നു പോകാതെ അവരുടെ നന്മകൾ ഓർത്തുകൊണ്ട് അവരുടെ സന്നിധിയിൽപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കിട്ടുന്നതായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. സർവ്വമാനവമഹത്വം അങ്ങേ കൈയിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ഏതൊരു നാമത്തിൽ വളരെ വിനയമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദയവായി കേൾക്കണം നല്ല ദൈവമേ. ഇപ്പോൾ സഭ സെക്രട്ടറി നന്ദി അറിയിക്കണം. ഉടമയോഗത്തിന് ആരെ ക്ഷണിക്കണം എന്നുവെച്ചാൽ കഴിഞ്ഞ മാസവും വളരെ ബുദ്ധിമുട്ടിയാണ് ഒരുപാട് ആളുകൾ നമുക്ക് പ്രാർത്ഥനകളൊക്കെ കിട്ടിയത്. ഇപ്രാവശ്യം മൊത്തം പറഞ്ഞാൽ CSC പോകുന്ന അച്ഛനുണ്ട്, പാസ്റ്ററുണ്ട്. അങ്ങനെ നമ്മുടെ അച്ഛന് ഇഷ്ടമുള്ള അച്ഛനൊക്കെ കാര്യമാണ് വിളിക്കുക. അങ്ങനെയാണ് പാസ്റ്ററിനെ ക്ഷണിച്ചത്. വളരെ ഈ മാസം
കഴിഞ്ഞ 30 ഞായറാഴ്ച വേറൊരു 77 വയസ്സുള്ള ഒരു മാസ്റ്റർ വളരെ അനുഭവം നിറഞ്ഞ ഒരു പ്രസംഗം നമുക്ക് കൈവന്ന് സൺഡേ കേൾക്കാനിടയായി. ഇപ്പോൾ ഇന്ന് തിരുവഴുത്തെ ഒരുപാട് ദൈവദാസന്മാർ പറയുകയും സാക്ഷിയും നമ്മൾ കേട്ടിട്ടുണ്ട്. തിരുവഴുത്തിനെ ചുമക്കുന്നവരെ ദൈവം ചുമക്കും. അതിന് വളരെ വളരെ നല്ല അതിന് അനുയോജ്യമായ ഒരു പ്രസംഗമാണ് എന്ന് കേൾക്കാനിടയായത്. ദൈവത്തെ വിശ്വാസത്താൽ കണ്ട് എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചവരുടെ കഷ്ടതയും ആ കഷ്ടത മുഖാന്തരം ലഭിച്ച ഒരു വലിയ നന്മയും തലമുറകളെ ദൈവം മാനിച്ചതും ദൈവത്തോട് ചേർന്ന് അപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം നമുക്ക് കേൾക്കാനിടയായി. തീർച്ചയായും ഒരു വലിയൊരു അനുഭവ സാക്ഷിയും ദൈവത്തെ വിശ്വസിച്ചാൽ ഉണ്ടാകുന്നതായ പ്രതിഫലവും കേൾക്കുവാൻ ദൈവം നമുക്ക് ആ ഭാഗ്യം നമുക്ക് ലഭിച്ചു. പാസ്റ്റോടൊപ്പം കൊച്ചമ്മയും വന്നിട്ടുണ്ട്. ദൈവം അനുവദിച്ച അടുത്തൊരു പ്രാവശ്യം എന്തായാലും ഈ വർഷം നടക്കുമെന്ന് തോന്നുന്നില്ല, 2026 ഒരു ഗുണോപയോഗത്തിന് കൊച്ചമ്മയ്ക്ക് പ്രസംഗിക്കേണ്ട ഒരു ഭാഗ്യം ദൈവം നൽകട്ടെ. രണ്ടുപേർക്കും സഭ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനാണ്. ഗുണോപയോഗം മുടക്കം കൂടാതെ നടക്കുന്നതിന് ഇതിനുള്ള കാരണം അച്ഛനാണ്. അച്ഛനൊന്ന് പഠിക്കുകയോ മറ്റേ കാര്യങ്ങൾ പിന്നീട് മതിയെന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്നാൽ വളരെ താല്പര്യത്തോടെ സഭ കമ്മിറ്റിയോടും സഹകരിച്ച് നല്ല രീതിയിൽ നടത്തുകൊണ്ടൊക്കെ വേണം മുൻകൈ എടുക്കുന്ന അച്ഛന് സഭ കമ്മിറ്റിയുടെ പേരിലും ഇതിലുള്ള നന്ദി അറിയിച്ചു. അടുത്തായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട റജി അച്ഛനാണ്. കൊറോണ സമയത്ത് നമ്മുടെ സഭ തുറക്കാൻ പറ്റില്ല. അന്ന് സഭയ്ക്കകത്താണ് നമ്മൾ ആരാധന നടത്തിയതുപോലെ അഭിനയിച്ച് വീഡിയോ നമ്മളത് എടുത്ത് റിലീസ് ചെയ്തത്. എന്നാൽ അച്ഛൻ ആ ടൈമിൽ കൂടെ വന്ന് പലപ്പോഴും റെക്കോർഡ് ചെയ്യുകയും അതൊക്കെ യൂട്യൂബിൽ ഇന്ന് ലഭ്യമാണ്. അതിനുശേഷവും പല പ്രോഗ്രാം അച്ഛനോട് കീബോർഡ് വായിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ അച്ഛന് എന്റെ ഓർമ്മയിൽ അച്ഛൻ ഇതുവരെയും നമ്മുടെ സഭയിൽ പ്രസംഗിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ദൈവം അനുവദിച്ചാൽ അച്ഛനും സഭയിൽ വരുന്ന നാള് ഒരു ഉണവ് യോഗത്തിനോ മറ്റേതെങ്കിലും ഒരു ദിവസം പ്രസംഗിക്കാനുള്ള അവസരം അച്ഛനും അത് കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ. വളരെ ആത്മാർത്ഥമാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത്. കീബോർഡായാലും ക്യാമറ ആയാലും വളരെ ഭംഗിയായി അത് ഉപയോഗിക്കാനും അത് ടെലികാസ്റ്റ് ചെയ്യാനെല്ലാം കഴിഞ്ഞ ദിവസം മുൻ സെക്രട്ടറി ആയിരുന്ന രാജൻ അവരുടെ ഒരു വർഷത്തെ ഓർമ്മ ദിവസത്തിന് ഒരു ഡോക്യുമെന്റ് തയ്യാറായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായ കാര്യങ്ങൾ ചെയ്യുക ആത്മാർത്ഥത ചെയ്യുന്നു. അച്ഛനോടൊപ്പം കൊച്ചമ്മ വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും അവരും വരാറുണ്ട്. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ശുശ്രൂഷ കുടുംബ ജീവിതത്തിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശാരീരികമായിട്ടുള്ള പല പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ പറ്റുന്ന സൗഖ്യം ദൈവം നൽകി പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസോടെ സുവിശേഷ വേല ചെയ്യുവാൻ സ്വർഗം കൃപ ചെയ്യട്ടെ. അച്ഛനും കൊച്ചമ്മയ്ക്കും സഭാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരുള്ളതായ നന്ദി അറിയിച്ചോളൂ. അടുത്തായിട്ട് നമ്മുടെ ഗുണോപയോഗം പലപ്പോഴും ഗുണോപയോഗത്തിന് ശേഷം വരുന്ന പ്രാർത്ഥനയും പ്രസംഗവും പലരും അവർക്കുള്ളതായ അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചതൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഗുണോപയോഗം വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ സഭയ്ക്ക് മുടക്കം കൂടാതെ നടക്കുവാൻ ദൈവം ഇടയാക്കുന്നു കടന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ പാസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യം നമ്മുടെ സഭയിൽ നിന്ന് പ്രാർത്ഥിക്കാതെ വരുന്ന ദൈവം സഭയ്ക്കും എല്ലാം നൽകും. കടന്ന ഓരോരുത്തർക്കും സഭാ കമ്മിറ്റിയുടെ പേരിലും എല്ലാവരും നന്ദി അറിയിച്ചു കൊടുക്കും. ദൈവം അനുഗ്രഹിക്കുവാനാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോട് നാം ചോദിച്ച കാര്യങ്ങളോട് ഇന്ന് കേട്ട ദൈവജനത്തോട് ദൈവജന ശുശ്രൂഷകർത്താവിന്റെ ദാസനോട് നാം ഏവരോടും നമ്മുടെ കുടുംബങ്ങളോടും
ദേശവാസികളോടും ലോകമുള്ള സർവവിശുദ്ധന്മാരോടും ബൈബിൾ മിഷനോടും നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവോളം ഇന്ന് മുതലേക്കും ഉണ്ടായിരിക്കുവാൻ